بالمدد مجير لي وخذ بيدي مدى مددي خليفة الله فينا يا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني. സമാദരണീയരായ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ അഡ്വക്കേറ്റ് പി.ടി. റഹീം സാഹിബ് MLA അവർകളെ, ഈ സംഗമത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന PC ജലീൽ മഹബൂബി അവർകളെ, ഈ സംഗമത്തിൽ സംസാരിക്കുന്ന മറ്റു വിശിഷ്ടാതിഥികളെ, ഇവിടെ സന്നിഹിതരായ മറ്റു സ്നേഹമിത്രങ്ങളെ, ഔസുൽ അസം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളവர்களுടെ ആണ്ട് നേർച്ചകൾ ആ മഹാത്മാവിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള സംഗമങ്ങൾ മൗലിദുകളായും അവിടുത്തെ അവദാന മാലകൾ പാടിക്കൊണ്ടും നമ്മുടെ നാട്ടുകളിൽ വളരെ സജീവമായിരുന്ന ഒരു സംസ്കാരമായിരുന്നു. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു നമ്മുടെ നാടിൻ്റെ തന്നെ ദീനിൻ്റെ ആ പരമാത്മാവ്, ഈ പരിശുദ്ധമായ ദീനിൻ്റെ പരമാത്മാവ് ഔസുൽ അസം തങ്ങളിലൂടെയാണ് നിലനിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ തലമുറകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും ആ മഹാത്മാവിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ആണ്ട് നേർച്ചകൾ റബീഉൽ അവ്വലിലെ പോലെ തന്നെ റബീഉൽ ആഖിറിലും മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ആണ്ട് നേർച്ചകൾ സജീവമായി നടക്കുന്ന പല ഗ്രാമങ്ങളും പല നാടുകളുമുണ്ട്. ഇവിടെ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ, ഔസുൽ അസമിനെ, ഈ അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്ന ആ പരിശുദ്ധ ദീനിൻ്റെ ആ ദീന് തന്നെയായിരുന്നു മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാക്കാനും അവിടെ നിന്നുള്ള ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനും കഴിയാതെ പോകുന്നതാണ് പലപ്പോഴും ദീനി പരിസരങ്ങളിൽ നിന്നും ആളുകൾ അകന്നു പോവാനും ആ ദീനിനെ തിരിച്ചറിയപ്പെടാതിരിക്കാനുമുള്ള കാരണങ്ങളിലുണ്ട്. ഔസുൽ അസം ആ മഹാവ്യക്തിത്വത്തെ, ഔസുൽ അസം എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയ തലമുറകൾ, ആ മനസ്സിലാക്കിയ അനുയായികൾ, അവിടുത്തെ മുരീദുകൾ ആ ദീനിനെ, ഔസുൽ അസം കൊണ്ടുവന്ന ദീനിനെ, ഈ പരിശുദ്ധമായ ആ ദീനിനെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിവെക്കാൻ വേണ്ടി അവർ അഹോരാത്രം പരിശ്രമിക്കുകയുണ്ടായി. അതായിരുന്നു ഒരു ജീവാത്മാവുള്ള ഒരു ആളുകളിലേക്ക് അതിൻ്റെ സ്നേഹത്തോടെയും ദീനിനോടുള്ള പരിശുദ്ധമായ ആ സ്നേഹത്തോടെയും ഹുബ്ബും ഇഷ്കും ഇൽമും ഹിൽമും സബറും, അങ്ങനെ ദീനിൻ്റെ ഒരു മനുഷ്യനിൽ പരിശുദ്ധമായ ദീന് വന്നു ചേരുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങളത്രയും പ്രകാശിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളായി മനുഷ്യൻ മാറുന്നത് ആ പരിശുദ്ധമായ ഔസുൽ അസമിൻ്റെ ആ പരിശുദ്ധമായ മാർഗത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴായിരുന്നു. അവിടത്തേക്ക് ചേർന്ന് നിൽക്കുന്ന അനുയായികളത്രയും, അവിടത്തേക്ക് ചേർന്ന് നിൽക്കുന്ന അവിടുത്തെ മുരീദുമാരത്രയും ഈ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു ദീനിനെയാണോ ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചത്, ആ ദീനിൻ്റെ ഗുണങ്ങളെ അവർ അവരുടെ ജീവിതത്തിൽ പകർത്താനും ആ ഗുണങ്ങളെ അവർ ഈ ഭൂമിയിൽ അതിൻ്റെ ആ ഗുണങ്ങളെ പ്രകാശിപ്പിക്കാനും വേണ്ടിയുള്ള ജീവിതങ്ങളായി അവർ മാറുകയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോട് നിന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ അനുസ്മരിക്കുമ്പോൾ, അവിടുത്തെ ആണ്ട് അനുസ്മരിക്കുമ്പോൾ മറ്റെവിടെയും ഇല്ലാത്ത വിധത്തിലുള്ള പലതരത്തിലുള്ള അപദാനങ്ങൾക്ക് പിറവിയെടുത്ത ഒരു മണ്ണ് കൂടിയാണ് ഈ കോഴിക്കോടിൻ്റെ മണ്ണ്. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവിടുത്തെ ഉള്ള ഇരവുകളാലും അവിടുത്തെ ഉള്ള അപദാനങ്ങളാലും അവിടുത്തെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ടും മാലകളും മറ്റു മൗലിദുകളുമൊക്കെ വിരചിതമായ ഒരു മണ്ണാണ് കോഴിക്കോടിൻ്റെ മണ്ണ്. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധമായ ജീവിതത്തെ അനുസ്മരിക്കുന്നതിൽ അത്രയേറെ പ്രാധാന്യമുണ്ട്. അതൊരു മഹാത്മാവിൻ്റെ അനുസ്മരണം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അനുസ്മരണങ്ങളും പലതരത്തിലുള്ള അപദാനങ്ങളും പലതരത്തിലുള്ള അവിടുത്തെ കുറിച്ചുള്ള ജീവചരിത്രങ്ങളും ഒക്കെ രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് എന്താണോ ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത്, ഇഹിയ ഉദ്ദീൻ,
ഇഹ്യാ ഉദ്ദീൻ എന്ന മുഹീദ്ദീൻ, നിങ്ങളിലുള്ള ദീനിനെ ജീവിപ്പിക്കണമെങ്കിൽ ആ മുഹീദ്ദീൻ ആയ അബ്ദുൽ ഖാദിർ ജീലാനിയെ നിങ്ങൾക്ക് തിരിച്ചറിയുകയും ആ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ, നിങ്ങളുടെ ആത്മാവുകളെ, നിങ്ങളുടെ ഹൃദയങ്ങളെ ചേർത്ത് വെക്കുകയും ആ യാഥാർത്ഥ്യങ്ങളോടുള്ള കരാറുകളിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളുടെ, നിങ്ങളുടെ ആത്മാവുകളുടെ കരാറുകളെ ചേർത്ത് വെക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കുള്ളിൽ നിന്നുള്ള ആ ദീന് പ്രകാശിതമാവുകയുള്ളൂ. ആ ദീനിൻ്റെ ഗുണങ്ങൾ, പരിശുദ്ധമായ ദീനിൻ്റെ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലായാലും നിങ്ങളുടെ കർമ്മങ്ങളിലായാലും നിങ്ങളുടെ സംസാരങ്ങളിലായാലും നിങ്ങളുടെ പ്രവൃത്തികളിലായും ഒക്കെ അത് പുറത്തു വരികയുള്ളൂ. അല്ലാത്തതൊക്കെയും ആന്തരികമായ യാഥാർത്ഥ്യങ്ങളില്ലാതെ, ആന്തരികമായ പ്രചോദനങ്ങളില്ലാതെ, അതിൻ്റെ ആന്തരികമായ ശൂന്യതയിൽ നിന്നുള്ള വെറും പുറം കാട്ടിക്കൂട്ടലുകൾ മാത്രമായി ഒതുങ്ങുമെന്നുള്ള ആ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക പരിശുദ്ധമായ ആ ഗൗസുൽ അസമിൻ്റെ ആ ദീനിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അത് മറ്റൊരു മാർഗമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു മാർഗത്തെയാണ് കൊണ്ടുവന്നത്, പരിശുദ്ധരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു ദീനുമായിട്ടാണോ ഈ മാലോകർക്ക് മുന്നിലേക്ക് കടന്നു വന്നത്, അതേ ദീനിനെ തന്നെ പൂർത്തീകരിക്കുകയും അതേ ദീനിനെ തന്നെ പ്രകാശിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഗൗസുൽ അസം ജീവിച്ചത്. ആ പരിശുദ്ധമായ മുഹമ്മദീയ മാർഗം മുന്നോട്ട് പോയത് മുഹീദ്ദീൻ ഷെയ്ഖിലൂടെയായിരുന്നു. ആ ദീന് വീണ്ടും മുന്നോട്ട് പോകുന്നത് കാലങ്ങളിൽ ഓരോ യുഗങ്ങളിലും പിറവിയെടുക്കുന്ന മുഹീദ്ദീനുകളിലൂടെയാണെന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവ് ലോകത്തിന് പകർന്നു നൽകുക, ആ മുഹീദ്ദീനുകളെ കണ്ടെത്താൻ വേണ്ടി ഈ ലോകത്തുള്ള ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നതാണ് ഇത്തരം സംഗമങ്ങളിലൂടെയുള്ള നമ്മുടെ ഉദ്ദേശമെന്ന് പറയുന്നത്. കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ സംഗമത്തിലേക്ക് എത്തിയ എല്ലാവരെയും ഈ മുഹീദ്ദീൻ ഷെയ്ഖുള്ളാഹിൻ്റെ ഈ സംഗമം, സുൽത്താനിയ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഈ സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സംഗമം ഉദ്ഘാടനം എത്തിയ വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട PT റഹീം സാഹിബ് ML അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സംഘത്തിന് അധ്യക്ഷൻ പദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട PC ജലീൽ മഹബൂബി അവർകളെ, അതുപോലെ മറ്റുള്ള വിശിഷ്ട അതിഥികളെല്ലാവരെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സംഗമത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട PC ജലീൽ മഹബൂബി അവറുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഈ ദിവസത്തിന് പലതരത്തിലുള്ള പ്രത്യേകതകളും മഹത്വങ്ങളുമുണ്ട്. നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന ഇമാം ഷാ വലിയുല്ലാഹി ദഹ്ലവി, അദ്ദേഹം ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഇമാം ഗസാലി എന്നും ഇന്ത്യയിൽ അവസാനമായി വന്ന ഏറ്റവും വലിയ മുജദ്ദിദ്, അങ്ങനെ ലോകത്തിന് ഇന്ത്യൻ വൻകരക്ക് മറ്റൊരു പണ്ഡിതനെയും സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഷാ വലിയുല്ലാഹി ദഹ്ലവി ഒരിക്കൽ പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ നമ്മുടെ മലയാളത്തിൽ അതിൻ്റെ പരിഭാഷ മദീനയിലെ അനുഗ്രഹങ്ങൾ എന്ന പേരിലുണ്ട്. ആ കൃതി ഇരു ഹറമുകളിലെയും അദ്ദേഹത്തിൻ്റെ ഫുയൂദുൽ ഹറമൈൻ എന്നാണ് ആ കൃതിൻ്റെ പേര്. ഇരു ഹറമുകളിൽ നിന്നും അദ്ദേഹത്തിനുണ്ടാകുന്ന ദർശനാനുഭവങ്ങളാണ്. അപ്പം അവിടുന്ന് അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മറ്റൊക്കെ ആത്മീയമായ ദർശനങ്ങളിൽ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ ഗ്യാരബീൻ ഷെരീഫ്, നമുക്കറിയാം ഉത്തരേന്ത്യയിലൊക്കെ എല്ലായിടത്തും മൗലിദ് പരിപാടി പറയുന്നത് പോലെ അവർ ഗ്യാരബീൻ ഷെരീഫ് എന്നാണ് ഉപയോഗിക്കുന്നത്. അതായത് ആ ദിവസം ലോകത്തിൻ്റെ മുഴുവൻ ആത്മീയമായ അവസ്ഥയിൽ ലോകത്തിൻ്റെ മുഴുവൻ ആത്മീയ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേകമായ അവസ്ഥാവിശേഷമുള്ള ഒരു രാവാണതെന്നും എല്ലാ ലോകത്തെ ആത്മീയമായ ഗുരുശ്രേഷ്ഠന്മാരും എല്ലാവരും ആത്മാക്കളുടെ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരൊക്കെ ഒത്തുചേരുന്ന ഒരു വലിയ സംഗമത്തിൻ്റെ ദിവസമാണതെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഗ്യാരബീൻ ഷെരീഫിൻ്റെ പേരിലാണ് ബാക്കി എല്ലാ ദിവസവും ഒരു മൗലൂദ് എന്നുള്ള പറയുന്നതിന് പകരം ഗ്യാരബീൻ ഷെരീഫ് എന്നാണ്. അത് വേറെ ഏത് ദിവസം നടത്തിയത്. ഗ്യാരബീൻ ഷെരീഫ് എന്നുള്ള പദത്തിനർത്ഥം 11 നേരത്തുള്ളൂ. അപ്പോൾ 11 എന്ന് പറഞ്ഞാൽ റബീഉൽ ആഖിർ 11. ആ റബീഉൽ ആഖിർ 11 ഗൗസുൽ അസം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൻ്റെ ഉറൂസ് ദിനമായിട്ട് നടത്തപ്പെടുന്നത്. ഇത് അതുപോലെ തന്നെ അത് എങ്ങനെ അത് വഫാത്തിൻ്റെ ദിവസമാണോ അതേപോലെ അത് ജന്മദിനമാണ് എന്നുള്ള ഒരഭിപ്രായമുണ്ട്. ഏതായാലും നമ്മൾ ഇന്ന് സംഗമിച്ചിരിക്കുന്നത്
ഈ ഗ്യാരവീൻ ഷെരീഫിൻ്റെ ആ രാത്രിയിലാണ്. ഇന്ന് ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്ത് ആത്മീയമായ ലോകങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, വളരെ വലിയ മിസ്റ്റിക്കലായുള്ള ഒരു അവസ്ഥയുടെ ദിവസമാണ്. ഷാവലില്ലാഹി ദഹ്ലവിയുടെ ആ ദർശനമനുസരിച്ച്. മാത്രമല്ല, ആത്മീയമായ ലോകങ്ങളിലൂടെ സഞ്ചരിച്ച എല്ലാവരും ആ ദിവസത്തെ അത്തരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാ മാസങ്ങളിലും ആ ദിവസത്തിന് 11-ാം രാവിന് അതുകൊണ്ട് തന്നെ പ്രത്യേകതയുണ്ട് എന്നും പറയുന്ന മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങൾ കാണാം. ഏതായാലും അത്തരത്തിൽ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിൻ്റെ ഒരു പ്രത്യേകമായ ഈ രാവിൽ അവിടുത്തെ ആ സന്നിധിയിൽ ആത്മാക്കളോടൊപ്പം ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമമായിട്ടും ഒരു മജ്ലിസായിട്ടുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരുമിച്ച് കൂടലിനെ നമ്മൾ നിയ്യത്ത് ചെയ്തിട്ടുള്ളത്. അള്ളാഹു എല്ലാവരുടെയും നിയ്യത്തുകൾ പോലെയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നമ്മളുടെയൊക്കെ പ്രവർത്തനങ്ങൾ അതൊക്കെ നിയ്യത്തുകൾക്കനുസരിച്ചാണ്. നിയ്യത്തിൽ നമ്മൾ എന്താണോ കരുതുന്നത് അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ ആയി മാറും. അപ്പോൾ അള്ളാഹു നമ്മെ അവിടുത്തെ ആ പരിശുദ്ധമാക്കപ്പെട്ട ബഗ്ദാദ് ഷെരീഫിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ, എല്ലാ രാജ്യങ്ങളിൽ നിന്നും തീർത്ഥാടകർ ഒഴുകി അവിടെ എത്തിച്ചേരുന്നൊരു സമയമാണ്. അതോടൊപ്പം ആത്മാക്കളുടെ ലോകത്തിൽ നിന്നുള്ള പ്രവാചകന്മാരുടെയും അതേപോലെ പ്രവാചകന്മാർക്ക് ശേഷമുള്ള ഔലിയാക്കന്മാരുടെയും ഒക്കെ, കാരണം എല്ലാ ഔലിയാക്കന്മാരുടെയും നേതാവ് എന്നുള്ളതാണ് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിൻ്റെ പ്രത്യേകത. അവിടത്തെക്കുറിച്ച് പറഞ്ഞത് സുൽത്താനുൽ ഔലിയ എന്നാണ്. അപ്പോൾ ആ സുൽത്താനുൽ ഔലിയയുടെ ഒരു സംഗമമായതുകൊണ്ട് തന്നെ എല്ലാ വലികൾക്കും അതിൽ സംഗമിക്കുക എന്നുള്ളത് അനിവാര്യമായൊരു കാര്യമാണ്. അപ്പം ആ ഒരു ദിവസത്തിൻ്റെ പവിത്രതയിലും മഹത്വത്തിലും കണ്ടാണ്, കാരണം നമ്മൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു അറബി മലയാളം എന്നുള്ള പേരിൽ മറ്റ് മലയാള ഭാഷ തുടങ്ങുന്നതിന് അധ്യാത്മരാമായണം നമ്മുടെ എഴുത്തച്ഛൻ എഴുതുന്നതിൻ്റെ മുമ്പ് തന്നെ അറബി മലയാളത്തിൽ ഒരു കൃതി വന്നിരുന്നു. അത് ആ അറബി മലയാളം തന്നെ രൂപപ്പെടുത്തിയ കൃതിയാണ് മുഹീദ്ദീൻ. അത് മുഹീദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള കൃതിയായിരുന്നു. അങ്ങനെ ഒരുപാട് കൃതികൾ എല്ലാ ഭാഷകളിലും, ലോകത്തെ എല്ലാ ഭാഷകളും, തമിഴിലെടുത്തു കഴിഞ്ഞാൽ തമിഴ് ഭാഷയുടെ അടിസ്ഥാനമായി കിടക്കുന്ന ഒരുപാട് കൃതികൾ, അതുപോലെ പേർഷ്യൻ എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ലോകത്ത് നമ്മൾ ഏതൊക്കെ, ഇന്തോനേഷ്യയിലെടുത്തു കഴിഞ്ഞാൽ, ലോകത്തിൻ്റെ ഏത് രാജ്യങ്ങളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന കാവ്യങ്ങളെ നമുക്കവിടെ കാണാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആധ്യാത്മിക പുരുഷൻ്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലഘട്ടങ്ങളിലൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ ചലനങ്ങളുണ്ട്. പക്ഷേ പല അവസ്ഥകളിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങളുടെ പേരിലുള്ള വിഭാഗീയതകളും ഇതൊക്കെ മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ ആ വിഭാഗീയതകളുടെ മൂർച്ചക്കനുസരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റപ്പെടുകയും അതിൻ്റെ യഥാർത്ഥമായ ദർശനം എന്താണ് എന്ന് അകന്നു പോവുകയും ചെയ്യുന്നൊരു സന്ദർഭമുണ്ട്. നമ്മൾ ഈ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് PTA റഹീം MLA സാഹിബാണ് നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിലും അതുപോലെ നമ്മുടെ കൊടുവള്ളി മുസ്ലിം യത്തീംഖാനയുടെ അമരത്തും അദ്ദേഹമുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ തരത്തിലുള്ള ജീവകാരുണ്യത്തിൻ്റെയും മറ്റൊക്കെ രംഗങ്ങളിൽ വളരെ ഉന്നതമാക്കപ്പെട്ട വിലപ്പെട്ട സംഭാവനകൾ അർപ്പിച്ച അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ബഹുമാനപ്പെട്ടവരെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ആണ്ട് ദിവസമായ ഇന്ന് എൻ്റെ പഴയ കാലത്തെ സംബന്ധിച്ച് ഓർക്കുകയാണ്. ഇന്നത്തെ സ്വാഗത പ്രാസംഗികനിവിടെ പറഞ്ഞതുപോലെ റബീഉൽ അവ്വൽ 12 ദിവസം പ്രവാചകൻ്റെ പേരിൽ മൗലൂദ് ഓതാറുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. റബീഉൽ ആഖിറിൽ ഇതുപോലെ തന്നെ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ മൗലൂദ്. ഈ ഒരു ഡ്യൂട്ടി വാപ്പ എനിക്കായിരുന്നു തന്നിരുന്നത്. അപ്പോൾ ആ കൃത്യമായിട്ട് മുൻകാലങ്ങളിൽ നിർവഹിച്ച് പോകുന്നത് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ആ പാന്താവിനെ പിന്തുടർന്നുകൊണ്ട് സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ മാർഗത്തിൽ
വൈദേശിക് വഹിച്ചിട്ടുള്ള പങ്കിനെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം. ഇപ്പോഴും ആ പ്രഭ നമ്മുടെ ലോകത്ത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ പഴയ സ്വാതപ്രാസംഗം പറഞ്ഞതുപോലെ പഴയ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ റബീഉൽ അവ്വലിൽ ഇപ്പോൾ കുറേ കൂടി ശക്തമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ റബീഉൽ ആഖിറിൽ ഇതുപോലെയുള്ള പരിപാടികൾ നമ്മളെ വീടുകളിലൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എല്ലാ ഇടങ്ങളിലും എല്ലാ വീടുകളിലും ഇത് കൃത്യമായിട്ട് ചെയ്തു പോന്നിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അത് കാലക്രമത്തിൽ അതൊക്കെ അസ്തമിച്ചു പോയി. ഏതായാലും ഈ ഒരു കൂട്ടായ്മ അത് റിവൈവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഒരു പുനരാവിഷ്കരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും മൊഹീദ്ദീൻ ശേഖിന് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് പ്രത്യേകിച്ച് മലബാറിൽ ഒരുപാട് മൗലൂദ് മാത്രമല്ല മാലയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും പിൻകാലത്ത് നമ്മുടെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ദിനത്തിൽ എൻ്റെ ഒരു പഴയ ഓർമ്മ പുതുക്കാൻ കിട്ടിയ ഒരു സമയം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ നിൽക്കുകയാണ്. ഏതായാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഇവിടെ അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ തുടക്കം സർവശക്തനായ നാഥൻ്റെ നാമത്തിൽ നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്നത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനെ ശരിയായ അർത്ഥത്തിൽ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതിനനുസരിച്ചുള്ള ഒരു നമ്മൾ പല രീതിയിലും പല നാടുകളിലും നമ്മളുടേതായ സംഗമങ്ങൾ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. നമ്മൾ ഇവിടെ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മറ്റ് ആളുകളിലേക്കും ഈ സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റൊക്കെ നമ്മുടെ ഈ സന്ദേശം എത്തിക്കാനുള്ളതാണ്. നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ച ആ വിഷയത്തിലേക്ക് ഞാൻ തൽക്കാലം പ്രവേശിക്കുകയാണ്. കാരണം ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനെ കുറിച്ചുള്ള നമ്മളുടെ ഒരു വിചാരം, പൊതുവായ നമ്മളുടെ ഒരു അവബോധം എന്താണ്, അത് ഇങ്ങനെ ഹിജ്റ വർഷം 460 ജനിച്ച് 560 വഫാത്തായി പോയ ഒരാൾ എന്നുള്ളതാണ്. ഈ ധാരണ ഒരിക്കലും ഒന്നാമതായി നമ്മൾ തിരുത്തേണ്ട വിഷയം അത് തന്നെയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള യാഥാർത്ഥ്യം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുൽത്താനുൽ അംബിയ, പ്രവാചകന്മാരുടെ സുൽത്താനായിരുന്നു. അതുപോലെ സുൽത്താനുൽ ഔലിയ എന്നുള്ള പദവിയുടെ പിന്നിലും ഒരു രഹസ്യമുണ്ട്, ഔലിയാക്കന്മാരുടെ സുൽത്താൻ എന്ന് പറയുന്നത്. കാരണം അമ്പിയാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ തന്നെ ഉള്ള ഒരു വിഷയമാണ് ഔലിയാക്കന്മാരും. അത് ഓരോ അമ്പിയാക്കന്മാരോടും ചേർന്നുകൊണ്ട് ഔലിയാക്കന്മാരുണ്ട്. പക്ഷേ ഈ കാലഘട്ടങ്ങളിലൊക്കെയുള്ള അമ്പിയാക്കന്മാരുടെ സുൽത്താൻ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസാണ്. അപ്പം എങ്ങനെ അവിടുന്ന് ഓരോ കാലഘട്ടങ്ങളിലൂടെ എല്ലാ കാലഘട്ടങ്ങളിലൂടെയും പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വിഷയം മനസ്സിലാക്കാൻ ഒന്നാമതായി ഒരു ഉദാഹരണം ഞാൻ ആ വിഷയത്തിലേക്ക് എടുക്കണം. ഇപ്പം നമ്മളൊരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ പ്രധാനമന്ത്രി എന്നുള്ള പദവിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഈ ഒരു കാലത്ത് നെഹ്റു ആയിരുന്നു, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നെഹ്റു ആയിരുന്നു, പിന്നെ ഇപ്പോൾ നരേന്ദ്രമോദി ആണെങ്കിലും നെഹ്റു ആണെങ്കിലും ഒക്കെ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഒപ്പ് വെക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയാണ് ഇത് പ്രധാനമന്ത്രി സൈൻ ചെയ്തതാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇതായിട്ട്. അത് നരേന്ദ്രമോദി ആണെങ്കിലും ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ഒക്കെ സംഗതി ഒരുപോലെയാണ്. ഈ പ്രധാനമന്ത്രി ഒപ്പുവെച്ചു എന്നുള്ളൊരു സംഗതി. പക്ഷേ എന്നാൽ ജവഹർലാൽ നെഹ്റുവും നരേന്ദ്രമോദിയും തമ്മിലും വ്യത്യാസമുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരു അപ്പം ഈ ആത്മീയമായ പദവി എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കാര്യത്തെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സുൽത്താനുൽ ഔലിയ എന്നുള്ള പദവി കിടക്കുന്നത് അത് കാലാകാലഘട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് കിടക്കുകയാണ്. ഒരു ആദം അലൈഹിസ്സലാം വരുന്നതിൻ്റെ മുമ്പുള്ള ഒരു വിഷയത്തുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്, അതിൻ്റെ ശേഷമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അനന്തമായ കാലഘട്ടങ്ങളിലേക്ക് അത് ഇനി
വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലേക്കും നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ ഔസുലാദം ഖദ്ദസല്ലാഹു സിറോഹുൽ അസീസ് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ആ സുൽത്താനുൽ ഔലിയ എന്ന് പറയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ അത് എല്ലാ കാലഘട്ടങ്ങളിലൂടെയും ചലിച്ചുകൊണ്ടിരിക്കുന്ന മുൻകാലഘട്ടങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും നിലനിന്നൊരു പ്രതിഭാസമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടാവും, അതുപോലെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടാവും. എല്ലാ കാലഘട്ടങ്ങളിലൂടെയും അതത് കാലഘട്ടങ്ങളിലൂടെ, ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിലൂടെയും അത് കടന്നു പോകും. അപ്പോൾ ഓരോ കാലഘട്ടത്തിലൂടെയും ഇതെങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ടാണ് ഔസുലാദം ഖദ്ദസല്ലാഹു സിറോഹുൽ അസീസിനെ കൃത്യം ഓരോ സമയങ്ങളിൽ നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കേണ്ടതും നമ്മളുടെ ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ അത് കൂടുതൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ടതും അനിവാര്യത. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവാചകന്മാരിലും വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിരിക്കും മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ പ്രകാശമാണ് എല്ലാ പ്രവാചകന്മാരിലും വന്നത്. പക്ഷേ ആ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള യാഥാർത്ഥ്യം പിൽക്കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അതിൻ്റെ ഒരു സ്ഥാനം ആ ലോകത്ത് അതിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലേക്കുമുള്ളൊരു സ്ഥാനീയമായ ഒരാൾ വരിക എന്നുള്ളൊരവസ്ഥയിലാണ് 63 വർഷം ഇവിടെ ജീവിച്ച 40 വഹി ലഭിച്ച 63-ാം വയസ്സിൽ വിട പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന കാലഘട്ടത്തിൽ മുഹമ്മദ് എന്ന നാമത്തിൽ ജീവിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പറയും. അപ്പോൾ അതേസമയം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തമായ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ കാലഘട്ടങ്ങളിലൂടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള യാഥാർത്ഥ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അത് അവിടെ നിൽക്കുന്നില്ല. അവസാനത്തെ അന്ത്യപ്രവാചകനാണ്. പക്ഷെ അന്ത്യപ്രവാചകത്വം എന്ന് പറയുന്ന ഒരു ദൗത്യം അത് കാലഘട്ടങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സജീവമായിരിക്കും. അപ്പോൾ അത് കാലഘട്ടങ്ങളിലേക്ക് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടങ്ങളിലും അന്ത്യപ്രവാചകത്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സുൽത്താനുൽ ഔലിയ എന്ന് പറയുന്ന പദവിയുടെയും ആ മഹത്വത്തിൻ്റെയും പ്രത്യേകത എന്താണ്? അതിൻ്റെ പൂർത്തീകരണമായ അതിൻ്റെ ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സംഗതിയുടെ ഒരു വെളിപ്പെടൽ ഔസുലാദം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറോഹുൽ അസീസ് എന്ന് പറയുന്ന 91 വർഷത്തോളം ജീവിച്ച ഹിജ്റ 460 വന്ന ഒരു മഹാത്മാവിലൂടെ വന്നെങ്കിലും അത് അതിൻ്റെ പൂർണ്ണമായ തോതിലുള്ള വെളിപ്പെടലായിരുന്നു. പക്ഷേ ആ വെളിപ്പെടൽ കാലാകാലഘട്ടങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെങ്ങനെ നമ്മൾ ഓരോ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു പൂർണ്ണമായൊരു വെളിപ്പെടലില്ലാതെ ഒരു ആത്മീയമായ യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഏതൊരു ആത്മീയ യാഥാർത്ഥ്യമാണെങ്കിലും അത് സമ്പൂർണ്ണമായൊരു വെളിപ്പെടലില്ലാതെ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ആത്മീയ ലോകത്ത് ഉപരിയായ ലോകങ്ങളിൽ ഈ വിഷയങ്ങളുടെ പ്രതീകവൽക്കരിക്കുന്ന ഒരു വിഷയമുണ്ട് എന്ന് നമുക്ക് വെക്കുക. പക്ഷേ അതിനെക്കുറിച്ച് ഖുർആനിലോ ഹദീസിലോ വന്നതുകൊണ്ട് കാര്യമില്ല. അതിനെ നിയന്ത്രിക്കുന്ന ഒരു പുരുഷൻ, ഒരു മഹൽ പുരുഷൻ ഈ ലോകത്ത് വന്നേ തീരൂ. അതിലൂടെ മാത്രമേ ആ ആളിലൂടെ മാത്രമേ ആ പിൽക്കാലത്ത് അതിൻ്റെ തുടർച്ചകളും ആ വിഷയത്തിൻ്റെ മറ്റ് കാലഘട്ടങ്ങളിലേക്കുള്ള മുന്നോട്ട് പോക്കുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുമ്പോൾ പാലിക്കുന്ന അതേ വിഷയം സുൽത്താനുൽ ഔലിയ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം. ഇത് രണ്ട് തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കണതിൽ പോലും അത് 63 വർഷം ജീവിച്ച ആ ഒരു വ്യക്തി എന്നുള്ള അവസ്ഥയിൽ മാത്രമാണ് ഇന്നത്തെ നമ്മൾ സുന്നി പ്രസ്ഥാനങ്ങളായാലും മുജാഹിദ് പ്രസ്ഥാനങ്ങളായാലും എല്ലാ പ്രസ്ഥാനങ്ങളും ഈ വിഷയത്തെ കാണുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഒരു കാര്യം വെച്ചിട്ട് മാത്രമാണ്. പക്ഷേ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട നമ്മൾ സാധാരണ അതിൻ്റെ തസവൂഫിൽ അതിൻ്റെ സാങ്കേതിക ഭാഷപ്രകാരം പറയും ഹഖീഖത്ത് മുഹമ്മദിയായ യാഥാർത്ഥ്യം. ഈ മുഹമ്മദിയ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത് അവ്വലു മാ ഖലഖല്ലാഹു നൂരി ഔസുലാദം ഖദ്ദസല്ലാഹു സിറോഹുൽ അസീസ് അവിടുത്തെ സിറുൽ അസ്റാറിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഈ അള്ളാഹു ആദ്യമായിട്ടുണ്ടായ സൃഷ്ടി കലമാണ്. പേന എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയും കലം എന്ന് പറഞ്ഞാൽ പേനൊന്നുമല്ല, അത് അതിൻ്റെ വിഷയങ്ങൾ വേറെ. കലമാണ്. മറ്റൊരു സ്ഥലത്ത് റൂഹാണ്, എൻ്റെ റൂഹാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എൻ്റെ നൂറാണ് എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു. അപ്പം ഔസുലാദം ഖദ്ദസല്ലാഹു സിറോഹുൽ അസീസ് പറയാണ് എൻ്റെ അഖിലാണ് ആദ്യം ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു ബഹുമാനപ്പെട്ട ഔസുലാദം ഖദ്ദസല്ലാഹു സിറോഹുൽ അസീസ് ആ ഗ്രന്ഥം തുടങ്ങുന്നത് തന്നെ അതാണ്. ഈ 4 ഹദീസുകളും എങ്ങനെയാണ് 4 ഏതാദ്യം ഉണ്ടായി എന്ന് ചോദിച്ചാൽ എന്താണ്? അപ്പോൾ ഈ 4 കുറിക്കുന്നൊരു ആ 4 പറയാവുന്നൊരു പേരാണ് ഹഖീഖത്ത് മുഹമ്മദിയ യാഥാർത്ഥ്യം. ആ മുഹമ്മദിയ യാഥാർത്ഥ്യത്തിൻ്റെ ശാരീരികമായ
ഒരു വരവ് മാത്രമാണ് ഈ പിന്നെ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചത്. അപ്പം എങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടങ്ങളിലൂടെ കടന്നു വരുന്നു എന്ന്, അപ്പം ഈ മുൻകാലഘട്ടങ്ങളിൽ ഈ കാലങ്ങളുടെ തുടക്കത്തിൽ എങ്ങനെ എല്ലാം തുടങ്ങുന്നതിൻ്റെ അവലിൽ എങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ആ അവലിൽ വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് അതിൻ്റെ ഒരു പൂർണ്ണമായ തോതിലുള്ള വെളിപ്പെടൽ എന്ന് പറയുന്ന നമ്മുടെ സാങ്കേതികമായ ഭാഷ ഇതിൽ നമുക്ക് വെളിപ്പെടൽ എന്ന് പറയാം. അത്തരത്തിലുള്ളൊരു സംഗതി സംഭവിക്കുന്നത്. അതേപോലെ ഔസുലതും ഖദ്ദസല്ലാഹു സിറുൽ അസീസും ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടലിൻ്റെ രീതിയായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരിക്കലും ഔസുലതും ഖദ്ദസല്ലാഹു സിറുൽ അസീസിൻ്റെ ജീവചരിത്രം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഇന്നത്തെ ഒരു ചടങ്ങിൽ നമ്മളൊരിക്കലും അവിടുത്തെ കുറിച്ചുള്ള കറാമത്തുകൾ, അവിടുത്തെ ജീവിതത്തിലെ സംഭവങ്ങൾ ഇതിലേക്കൊന്നും നമ്മൾ പ്രവേശിക്കണില്ല. കാരണം അങ്ങനെ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയത്തെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് പരിമിതികൾ വരും. കാരണം വിഷയത്തെ മനസ്സിലാക്കുന്നതിൽ ലോകത്തെല്ലായിടത്തും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏത് വലിയ പണ്ഡിതനായാലും, ഏത് വലിയ ലോകത്ത് നടന്നു ഈ ചരിത്രങ്ങൾ എഴുതപ്പെട്ട മുഹിദ്ദീൻ ഷെയ്ഖിൻ്റെ എല്ലാവിധ ചരിത്രങ്ങളും മിക്കവാറൊക്കെ ഞാൻ മുഹിദ്ദീന്മാരെ എഴുതാൻ വേണ്ടി വ്യാഖ്യാനം എഴുതാൻ വേണ്ടി ഒരു കൂട്ടിയിരുന്നു. അപ്പോൾ ഏത് വലിയ ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതിയാലും, ഏത് വലിയ മാലപ്പാട്ടുകൾ നമ്മൾ എടുത്തുകളാലും, ഔസുലതും ഖദ്ദസല്ലാഹു സിറുൽ അസീസിനെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും ഒക്കെ ആ ജീവിതകാലത്തുള്ള ഒരു ഈ 90 ആണ്ട് കാരണോവർ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലുള്ള ഒരു വിഷയം മാത്രമാണ് ലോകം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒരു എങ്ങനെ നമ്മൾ ഔസുലതും ഖദ്ദസല്ലാഹു സിറുൽ അസീസിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ആ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ വ്യക്തി ഇന്ന കാലഘട്ടങ്ങളിൽ ജീവിച്ചൊരു വ്യക്തി എന്നുള്ള നിലക്ക് ഒരിക്കലും മനസ്സിലാക്കരുത്. അതൊരു പദവിയാണ്. ആ പദവിയുടെ ഒരു വെളിപ്പെടലായിരുന്നു നമ്മുടെ ആ കാലഘട്ടത്തിൽ സംഭവിച്ചത്. അപ്പം അത്തരത്തിൽ വന്ന ഔസുലതും ഖദ്ദസല്ലാഹു സിറുൽ അസീസ് ആ പദവി അവസ്ഥകൾ ഏത് കാലഘട്ടത്തിൽ നിലനിൽക്കുന്നോ ആ കാലഘട്ടങ്ങളിലൊക്കെ അവിടെ നിന്നുണ്ടാവും. അപ്പോൾ ആ വിഷയം മനസ്സിലാക്കുന്നതിന് നമുക്ക് മറ്റ് സാഹിത്യങ്ങളൊന്നും ആശ്രയിച്ചിട്ട് നമുക്ക് കാര്യമില്ല. അതായത് ഔസുലതും ഖദ്ദസല്ലാഹു സിറുൽ അസീസിനെ കുറിച്ചുള്ള ഏത് ജീവചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ആ ജീവചരിത്രത്തിലൊക്കെ ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ മുഹീദ്ദീന്മാരെ തന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദിരിൽ കൈലാനി എന്നോവർ ഷെയ്ഖന്മാർക്കെല്ലാവർക്കും കുത്തുബായി വന്നോവർ. അങ്ങനെ നമ്മളത് ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ അടുത്തത് കറാമത്തുകളായിരിക്കും, അടുത്തത് അതിൻ്റെ മഹത്വങ്ങൾ ഔസുലതും ഖദ്ദസല്ലാഹു സിറുൽ അസീസ് പറഞ്ഞ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പക്ഷേ ഔസുലതും ഖദ്ദസല്ലാഹു സിറുൽ അസീസ് എങ്ങനെ ഓരോ ചരിത്രഘട്ടങ്ങളിലൂടെ വന്നു എന്ന് പറയുന്നത് ആകെ കൂടെ ഉള്ളത് ഔസുലതും ഖദ്ദസല്ലാഹു സിറുൽ അസീസ് തന്നെ സ്വയം അവിടുന്ന് പറഞ്ഞ കവിതയിൽ മാത്രമാണ് അതുള്ളത്. അപ്പോൾ അവിടുത്തെ സ്വയം പറഞ്ഞ ആ കവിത നമ്മൾ ഒരു മജ്ലിസ് ആയിട്ട് നമ്മൾ കാണണം. പ്രത്യേകിച്ച് ഞാൻ അതിലേക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇന്നത്തെ ഈ ഒരുമിച്ച് കൂടൽ നമ്മൾ ബഗ്ദാദിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകളുടെ ഹദറത്തിൽ ലോകത്തെ എല്ലാവിധ ആത്മാക്കളുടെ ലോകങ്ങളുടെ എല്ലാ അവസ്ഥകളും സംഗമിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ അവിടത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരുന്ന ഒരു മജ്ലിസായിട്ട് ഈ മജ്ലിസിനെ എത്തി വെക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നേതൃത്വത്തിലും ഇന്ന് ആ ഒരു മജ്ലിസ് നടക്കുന്നുണ്ട്. നമ്മൾ ആ മജ്ലിസിലേക്ക് കൂടി നമ്മൾ നിയ്യത്ത് പോലെയാണ് നമ്മൾ അങ്ങോട്ട് ചേരുക. അപ്പം നമ്മളെ നെയ്യത്ത് കൊണ്ട് നമ്മൾ ആ മജ്ലിസിലേക്ക് ചേരുക. അപ്പോൾ നമ്മൾ അപദാനങ്ങൾ പറയുന്നത് എന്തിനാണ്? ഈ വിഷയങ്ങൾ നമ്മൾ ദിക്റ് ചെയ്യുക, അതിനെ സ്മരിക്കുക എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ദിക്റുൽ അംബിയ ഇബാദ ദിക്റു സ്വാലിഹീന കഫാറ. അംബിയാക്കന്മാരെ ദിക്റ് ഇബാദത്താണ്, സ്വാലിഹീങ്ങളെ ദിക്റ് കഫാറത്താണെന്ന് പറയും. പക്ഷേ ഔസുലതും ഖദ്ദസല്ലാഹു സിറുൽ അസീസിനെ കുറിച്ച് പറയുമ്പോൾ അവിടുന്നാണ് ദിക്റ്, എല്ലാ ദിക്റിൻ്റെയും അടിസ്ഥാനപരമായ ദിക്റ് അവിടുന്നാണ്. ആ ദിക്റിലൂടെയാണ് ആ ദിക്റിനും വേണ്ടിയാണ് എല്ലാ ദിക്റും ഉള്ളത്. പക്ഷേ അത് മനസ്സിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ദീനിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പം നമ്മൾ ഈ പിന്നെ കർമ്മശാസ്ത്രപരമായ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് അതിലൂടെ മതത്തെ മനസ്സിലാക്കിയിട്ട് അതുമാത്രം നമ്മൾ അനുഷ്ഠിച്ച് പോയി കഴിഞ്ഞാൽ, അതിലൂടെ മാത്രം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ വിഷയം കിട്ടില്ല. അപ്പം മുമ്പ് ഷെയ്ഖുനെ പറയാറുണ്ടായിരുന്നു, ഔസുലതും ഖദ്ദസല്ലാഹു സിറുൽ അസീസിനെ കാണാത്തവരൊന്നും
പിന്നെ മുമിനീങ്ങളാണെന്ന് പറയാൻ പറ്റില്ല, മുമിനീങ്ങളായിട്ട് ലിസ്റ്റ് പെടില്ല. കാരണം അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. അത് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവും അതങ്ങനെയാണ് അതിൻ്റെ കിടപ്പ്. കാരണം ഇതിൻ്റെ ഒരു ആത്മീയ ഈ അള്ളാഹുവിൻ്റെ മാർഗങ്ങളിലേക്കുള്ള യാത്രയുടെ ഒരു അടിസ്ഥാനപരമായ വിഷയം അതാണ്. അപ്പം നമ്മൾ പറയും ഒമൻ യുദിലില്ലാഹു ഫലൻ തജിദ വലിയ മുർഷിദ, അൽ കഹ്ഫ് സൂറത്തിൽ അള്ളാഹു ഒരാളെ വൈവിച്ചാൽ ഓനൊരു വലിയ മുർഷിദ്. അപ്പോൾ ഈ വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു വലിയ എന്ന് പറഞ്ഞാൽ ആ വലിയ എന്ന് പറഞ്ഞാൽ ആ വലിയ എന്നുള്ള വിഷയം തന്നെ കിടക്കുന്നത് ഈ മുഹിദ്ദീൻ ഷെയ്ഖിലാണ്. അപ്പം മുഹിദ്ദീൻ ഷെയ്ഖിനെ മനസ്സിലാക്കിയാലേ വലിയ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഈ ദീനിൻ്റെ അടിത്തറയാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അത് അടിത്തറയായി കിടക്കുന്ന, പക്ഷേ ഇത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ അവസ്ഥകളിലും ആളുകൾക്ക് പരിമിതികൾ സംഭവിച്ചിട്ടുണ്ട്. അത് വലിയ വലിയ പണ്ഡിതന്മാർക്കും മതസംഘടനകൾക്കും എല്ലാ വിഷയങ്ങളിലും ഈ പരിമിതികൾ ഈ പരിമിതിക്കനുസരിച്ച് എന്താണ് മനുഷ്യൻ്റെ അറിവിലും മനുഷ്യൻ്റെ ആത്മീയമായ വികാസത്തിനും കുറവ് സംഭവിക്കും. ഞാൻ പറയുന്നത് ആരും മുസ്ലിങ്ങളല്ല, അല്ലെങ്കിൽ അതറിയാത്തവർ ദീനിന്ന് പുറത്താണെന്നൊന്നുമല്ല. പക്ഷേ ഈ ദീനിൻ്റെ അറിവിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത് പല പല തട്ടുകളാണ്. യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. അള്ളാഹു നിങ്ങളങ്ങനെ ഉയർത്തുന്നത് ഡിഗ്രികളായിട്ട് ഉയർത്തുന്നതെന്നാണ്. വല്ലദീന ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെടുന്ന ഇൽമ നൽകപ്പെടുന്നതിനനുസരിച്ചാണ്, ആ ഇൽമിൻ്റെ വിഷയങ്ങൾക്കനുസരിച്ചാണ് അള്ളാഹു നിങ്ങളെ ഡിഗ്രികളായിട്ട് ആത്മാക്കൾ ഉയർത്തുന്നത്. അപ്പം നമുക്ക് താഴെ ഡിഗ്രി തന്നെ കിടക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. പരമാവധി മേലക്കുള്ള ഡിഗ്രിക്ക് പോകല്ലേ. അപ്പോൾ മേലക്കുള്ള ഡിഗ്രിക്ക് പോകണമെങ്കിൽ മേലക്കുള്ള ഇതിലേക്ക് ഒരു സത്യത്തിൻ്റെ മനസ്സിലാക്കുക, ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള അടിസ്ഥാനപരമായ മാർഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അവിടുത്തെ ഒരു കവിത പാരായണം ചെയ്തുകൊണ്ട് ഞാനത് പിന്നെ നമ്മൾ അതിലെല്ലാവരും അതിൻ്റേതായ രൂപത്തിൽ പങ്കുചേരുക. തൽക്കാലം നമ്മൾ തുടങ്ങാൻ വേണ്ടി നമുക്കൊന്ന് കൂടിയിട്ടൊന്ന് അവിടുത്തെ ആ നാമം വിളിക്കുന്ന ഒരു ഇത് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. മുറാദിയ മുറാദിയ മുറാദി മുറാദി ശൈഖ് മുഹിയദ്ദീൻ മുറാദി മുറാദിയ മുറാദിയ മുറാദി മുറാദി ശൈഖ് മുഹിയദ്ദീൻ മുറാദി മുറാദിയ മുറാദിയ മുറാദി മുറാദി ശൈഖ് മുഹിയദ്ദീൻ മുറാദി അനൽ ഹസനി വൽ മിഖ്ദൗ മഖാമി വഖദാമി അലാ ഉനുഖിർ റിജാലി മുറാദിയ മുറാദിയ മുറാദി മുറാദി ശൈഖ് മുഹിയദ്ദീൻ മുറാദി വഅബ്ദുൽ ഖാദിരിൽ മശ്ഹൂറു ഇസ്മി വജദ്ദി സാഹിബുൽ ലൈനിൽ കമാലി മുറാദിയ മുറാദിയ മുറാദി മുറാദി ശൈഖ് മുഹിയദ്ദീൻ മുറാദി യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അദാഹി ബിൽ മദദി മുജീറ ഇർളി വഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദൽ ഖാദിർ ജീലാനി ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിനി മിൻ ലദാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ല വലി മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദൽ ഖാദിർ ജീലാനി മുറാദിയ മുറാദിയ മുറാദി
مرادي شيخ محي الدين مرادي ولما صفى قلبي وطابت سريرتي ونادمني صاحبي بفتح البصيرة. ഞാൻ ഈ കവിത ഉദ്ധരിക്കുന്നതിനാച്ചാൽ ഈ കവിത ആണ് ഗൗസുൽ ഖദ്ദസല്ലാഹു സിറോൽ അസീസിൻ്റെ കവിതയാണ്. അവിടുത്തെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയാണ്, അവിടുന്ന് എന്തായിരുന്നു എന്നുള്ളത്. ഇതെല്ലാവരും ഈ സംഗമത്തിൽ ഒരുമിച്ച് കൂടി എല്ലാവരും കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട, എല്ലാ കാലത്തും ഓർത്തിരിക്കേണ്ട, ഖബറിൽ പോയാലും മഹ്ശറയിൽ പോയാലും എല്ലായിടത്തും ഓർത്തിരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അവിടെയൊക്കെ ഗൗസുൽ ഖദ്ദസല്ലാഹു സിറോൽ അസീസ് കൂട്ടിനുണ്ടാവണമെങ്കിൽ അത് എല്ലാ കാലഘട്ടത്തിലൂടെയും കടന്നു പോകുന്നു, ഏത് അവസ്ഥകളിലാണുള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അവിടുന്ന് പറയാണ്, വലമ്മാ സഫാ ഖൽബി വ താബസ് ശരീരത്തി, എൻ്റെ ഹൃദയം ശുദ്ധമാവുകയും അതിൻ്റെ രഹസ്യം, ആ റൂഹിൻ്റെ രഹസ്യം അത് നന്നാവുകയും ചെയ്തപ്പോൾ, അങ്ങനെ എൻ്റെ അവസ്ഥ എൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വിശാലമാവുകയും ചെയ്തപ്പം എൻ്റെ ഫത്തുഹിൽ ബസീറത്തി, എൻ്റെ റൂഹിൻ്റെ കണ്ണ്, റൂഹിൻ്റേതായ നേത്രം, ആത്മാവിൻ്റേതായ നേത്രം തുറക്കപ്പെടൽ കൊണ്ട് ഞാൻ അതിലേക്ക് ഉണരുകയും ചെയ്തു. ഷഹിത്തു ബിഅന്നല്ലാഹ മൗലൽ വിലായതി വഖദ് മന്ന ബിത്തസ്രീഫി ഫീ കുല്ലി ഹാലതി. അങ്ങനെ അപ്പം തിരിച്ചറിയാണ് എല്ലാ വിലായത്തിൻ്റെയും യജമാനൻ അള്ളാഹുവാണ് എന്നുള്ള അവസ്ഥ ഞാൻ തിരിച്ചറിയണം. അതിന് ഞാൻ സാക്ഷ്യം വഹിക്കാന്ന് പറഞ്ഞു. ഷഹിത്തു ബിഅന്നല്ലാഹ മൗലൽ വിലായത്തി, ആ വിലായത്തിൻ്റെ യജമാനത്വം എന്ന് പറയുന്ന അത് അള്ളാഹുവിൽ എങ്ങനെയാണ് കിടക്കുന്നത് എന്നതിന് ഞാൻ സാക്ഷിയാണ്. ഫീ കുല്ലി ഹാലത്തി, എല്ലാ ഹാലത്തിലും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന അവസ്ഥ, അതിൻ്റെ അനുഗ്രഹം എന്നിലേക്ക് വന്നിറങ്ങുന്നത് എങ്ങനെയാണെന്ന് എനിക്കപ്പം തിരിച്ചറിയാൻ പറ്റും. സഖാനി ലാഹി മിൻ കൂസി ശറാബിഹി ഫസ്കറനി ഹഖം ഫഹിംതു ബിസക്റതി. അത് നമ്മൾ ആത്മീയ ലോകത്തെ ആത്മീയ ലോകത്തെ ലഹരിയുടെ ആ ചഷകങ്ങൾ കുടിക്കണതിനെ കുറിച്ച് പറയാണ്. സഖാനി ഇലാഹി, എൻ്റെ ഇലാഹ് എന്നെ കുടിപ്പിച്ചു. മിൻ കൂസി ഷറാബിഹി, അവൻ്റെ ഷറാബിൻ്റെ ആ ചഷകങ്ങൾ എന്നെ കുടിപ്പിച്ചു. അങ്ങനെ ഞാൻ ഫാസ്കറനി ഹക്കൻ, ഞാൻ അതിലങ്ങോട്ട് മസ്തായിപ്പോയി. അത് ആ ലഹരിയിൽ ഞാൻ അങ്ങോട്ട് പൂർണ്ണമായ രീതിയിൽ മസ്തായിപ്പോയി. ഫഹിംതു ബിസക്റതി, അങ്ങനെ ആ സക്രത്തിൽ, ആ ലഹരിയിൽ ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയെടുത്തത്. വഹക്കമനി ജമ്മ ദനാനി ബിമാഹബാ വകുല്ലു മുലൂകില്ലാലമീന റയ്യതി. എല്ലാ കാലഘട്ടങ്ങളിലുള്ള രാജാക്കന്മാരും ഭരണാധികാരികളൊക്കെ എല്ലാം എൻ്റെ പ്രജകൾ മാത്രമാണ് എന്നുള്ളൊരവസ്ഥ ഞാൻ ആ ലയനത്തിൽ, അള്ളാഹുവുമായിട്ടുള്ള ആ ലയനത്തിൻ്റെ സന്ദർഭത്തിൽ കണ്ടു. ലോകത്ത് ഇഷ്കിൻ്റെ ആളുകൾ, ഈ അള്ളാഹുവുമായിട്ടുള്ള ഇഷ്ക് അല്ലെങ്കിൽ ഇലാഹിയായ ഇഷ്കിൻ്റെ അവസ്ഥകളിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ടോ, നമ്മൾ പറയും സുൽത്താനുൽ ആഷിഖീന്മാരെ കുറിച്ച് പറയും. അങ്ങനെ പലതരത്തിലുള്ള ഇഷ്കിൻ്റെ മഹോന്നതമായ അവസ്ഥകളിലുള്ള റൂഹുകൾ ലോകത്ത് വന്നിട്ടുണ്ട്. ഈ ഇഷ്കിൻ്റെ എല്ലാ ആഷിഖീങ്ങളും ഒമാശേരി ബലുഷ്, ഈ ആഷിഖീങ്ങളൊക്കെ കുടിച്ചിട്ടുള്ളത്, ഓലക്കൊരു ലഹരി കുടിച്ചിട്ടുണ്ടാവില്ല. അതില്ലാ ബഖിയത്തി, എൻ്റെ ബാക്കിയല്ലാതെ, ഞാൻ കുടിച്ചതിൻ്റെ ബാക്കിയല്ലാതെ ഓൽക്കൊന്നും വേറൊന്നും കുടിക്കാൻ പറ്റില്ല. റഫഅതു അലാ മൻ യദ്ഇൽ ഹുബ്ബ ഫിൽ വറാ ഫഖറബനിൽ മൗലാ വഫുസ്തു ബിനദ്റതി. അങ്ങനെ ഞാൻ ആ ഹുബിൻ്റെ പദവികൾ ഉയർന്ന് ഞാൻ ഹുബിൻ്റെ, അള്ളാഹുവുമായിട്ടുള്ള ആ ഹുബിൻ്റെ അവസ്ഥകളിൽ ഞാൻ ഉയർത്തപ്പെട്ട അവസ്ഥ പറയുന്നു. അപ്പോൾ ഖറബനിൽ മൗല, അങ്ങനെ അള്ളാഹു ആ യജമാനൻ എന്നെ അടുപ്പിച്ചു. വഫുസ്തു ബിനദ്റതി, ആ തിരുനോട്ടം കൊണ്ട് ഞാൻ ആ വിജയത്തിൻ്റെ അങ്ങേയറ്റ വിജയത്തിലെത്തി. വജാലത്ത് ഖുയൂലി ഫിൽ അറാളി ജമീഹാ വസുഫത്ത് ലിയൽ കസാതു മിൻ കുല്ലി വിജ്ഹതി വദുഖത്ത് ലിയർ റായാതു ഫിൽ അർളി വസ്സമാ വഅഹ്ലിസ് സമാ വൽ അർളി തഅലമു സത്വതി വശാഊസു മുൽക്കി സാറ ശർഖം വമഗ്രിബാ ഖസ്ഫ സിർതു ലി അഹ്ലിൽ കർബി ഗൗസം വറഹ്മതി.
മുറാദിയ മുറാദിയ മുറാദി മുറാദി ഷെയ്ഖ് മുഹിയദ്ദീൻ മുറാദി. ഇതിൽ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ ആ അവസ്ഥ ബാബ ഈ രഹസ്യത്തെ ഇങ്ങോട്ട് കാണുന്ന സമയത്ത്, അതായത് സ്വന്തം രഹസ്യത്തെ കണ്ടെത്തുന്ന ആ ഒരു സന്ദർഭം ഉണ്ട്, ആ അവസ്ഥകളാണ് വിവരിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ വന്ന് എല്ലാ നേരത്തെ നമ്മൾ പറഞ്ഞ ലോകത്ത് മൊത്തത്തിലുള്ള ആളുകളൊക്കെ പാടെ ദഫും ആ ദഫുകളൊക്കെ ആയിട്ട് പാപ്പനെ സ്വീകരിച്ചുകൊണ്ടും അതിൻ്റെ ആ സ്വീകരണത്തിൻ്റെ അവസ്ഥകളാണ് അവിടെ പറയുന്നത്. ശർക്കും മഗ്‌രിബും പടിഞ്ഞാറും കിഴക്കിലൊക്കെ ഉള്ള എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് അവിടുത്തെ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ആ മഹത്വം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന രംഗം കാണുന്ന അവസ്ഥയിൽ യുതാവീലുനീൻ കാന യഖ്വാലി സത്വതീ. അപ്പം അനാ കുന്തു ഫിൽ, പിന്നെ ഇതിൻ്റെ അപ്പം ഇനി ഓസുലം ഖദ്ദസുല്ലാഹു അസീസ് പറഞ്ഞതാണ്, ഞാൻ തുടക്കത്തിൽ മുതൽ അവിടുത്തെ ആ തുടക്കം ആ രഹസ്യത്തെ കാണുകയാണല്ലോ. അപ്പോൾ ആ രഹസ്യം മുതൽ ഉണ്ടാവുന്നത് അവിടുന്ന് എങ്ങനെയാണ് കാലാകാലഘട്ടങ്ങളിലൂടെ ഇങ്ങനെ കടന്നു വരുന്നത് എന്നുള്ളത് പറയുന്നത്. അത് സ്വന്തമായ ഒരു വിവരണമാണ്. ആ ഓരോ കാലഘട്ടങ്ങളിലൂടെ അവിടുന്ന് എങ്ങനെയാണ് കടന്നു വന്നതെന്നാണ് പറയുന്നത്. അനാ കുന്തു ഫില്ലുലിയ ബിനൂരി മുഹമ്മദി വഫീ ഖാബ ഖൗസൈനി ജിതിമാഉൽ ലഹിബ്ബതി. അനാ കുന്തു ഫില്ലുലിയ, ഞാൻ പിന്നെ അത്യുന്നതിയിൽ, ഞാൻ ആ നൂറ് മുഹമ്മദ് നേരത്തെ നാളെ പറഞ്ഞു അവ്വലു മാ ഖലഖല്ലാഹു നൂരി, എൻ്റെ ഈ പ്രകാശമാണ് അള്ളാഹു ആദിൽ ഏറ്റവും ഒന്നാമതായി സൃഷ്ടിച്ചത്. എന്താണ്? ആ നൂറ് മുഹമ്മദാണ്. ആ നൂറ് മുഹമ്മദിനോടൊപ്പം ആ സമയത്ത് ആരുണ്ടായിരുന്നു? അനാ കുന്തു ഫില്ലുലിയ, ഞാൻ അത്യുന്നതിയിൽ ആ സമയത്ത് ആ സന്ദർഭത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. കാരണം അവിടെ ഒരു ഏകമായ സന്ദർഭമാണല്ലോ. അത് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാഥാർത്ഥ്യം മാത്രം ഉണ്ടായിരുന്ന ആ സമയങ്ങളിൽ അതിനോടൊപ്പം ഉണ്ടായിരുന്നത് അവിടുത്തെ യാഥാർത്ഥ്യമായിരുന്നു. അനാ കുന്തു ഫില്ലുലിയ ബിനൂരി മുഹമ്മദി വഫീ ഖാബ ഖൗസൈനി ഇജ്തിമാഉൽ ലഹിബ്ബതി. ഈ ഖാബ ഖൗസൈനി എന്ന് പറഞ്ഞ ഖുർആൻ തന്നെ സൂറത്തുൻ നജ്മിൽ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിറാജിൻ്റെ രാത്രിയിൽ ഓരോ പടികളായി, ഈ മിറാജ് എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ഒരു അവസ്ഥകളാണ്. അപ്പോൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു മിറാജിൻ്റെ വിവരണമാണ് ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോയ മിറാജ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മിറാജിനെ ഖുർആൻ വിവരിച്ചു. ആ ഖുർആൻ വിവരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മിറാജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖാബ കൗസൈനി ഔ അദ്ന, ഒരു അമ്പും വില്ലും, നമ്മളിപ്പോൾ ഒരു അമ്പ് വിടുകയാണെങ്കിൽ അവിടെ അമ്പും വില്ലും ഏതുപോലെ ഒന്നായി നിൽക്കണോ അതുപോലെ ഒന്നായി നിൽക്കണമല്ലോ, രണ്ട് കാര്യം. അതിൽ നിന്നേ പിന്നെന്ത് ചെയ്യണം, നമ്മൾ ഒരു സൃഷ്ടിപ്രക്രിയ തുടങ്ങാൻ പറ്റുള്ളൂ. രണ്ടായി നിൽക്കുന്ന രണ്ടാണ്, പക്ഷേ അത് ഒന്നാണ്. ആ രീതിയിലേ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അമ്പും വില്ലും എങ്ങനെ അത് ഒന്നായി നിന്നാലല്ല എന്നൊരു സംഗതി ഉണ്ടാവുള്ളൂ. അപ്പം അതിൽ നിന്ന് എങ്ങനെ രണ്ട്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാബ ഖൗസൈനി എന്ന് പറഞ്ഞ ഘട്ടത്തിൽ എത്തിയെന്ന് പറഞ്ഞു. ആ ഖാബ ഖൗസൈനി എന്ന പട്ടത്തിൽ ആരുണ്ടായിരുന്നു? റസൂലുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം ഉണ്ടായിരുന്നത്. ഒന്നിൽ അമ്പ് അല്ലെങ്കിൽ വില്ല്, അല്ലേ? രണ്ടാലൊന്ന് റസൂലുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആണ്. അതാണ് അനാ കുന്തു ഫിൽ ഔലിയ ബിനൂരി മുഹമ്മദി വഫീ ഖാബ ഖൗസൈനി ഇജ്തിമാഉൽ ലഹിബ്ബതി. ആ ഖാബ ഖൗസൈനി ഞാൻ ശരിബ്തു ബികസാത്തിൽ ഖറാമി സുലാഫതൻ ബിഹൻതസ്തു റൂഹി വജിസ്മി വമുഹ്ജതി വസിർതു വനസാഖി ലിമൻ കാന ഹാദിറാ ഉദീറു അലൈഹിം കർറതൻ ബഅദ കർറതി വഖഫ്തു ബിബാബില്ലാഹി വഹദി മുവഹിദാ വനൂദിതു യാ ജീലാനി ഉദ്ഖുൽ ലിഹദ്റതി. അള്ളാഹുവിൻ്റെ സന്നിധിയിലുള്ള അള്ളാഹുവിലേക്ക് പ്രവേശനത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ആ യാബിൽ ഞാൻ ഒറ്റയ്ക്ക്, വേറൊരാളുമില്ലാത്ത അവസ്ഥയിൽ, ഒറ്റക്കായിട്ടുള്ള അവസ്ഥയിൽ ഞാൻ നിന്നു. അവിടുന്ന് എൻ്റെ ഹദറത്തിലേക്ക്, അതായത് ദൈവീകമായ സന്നിധിയിലേക്ക് ഇങ്ങോട്ട് പ്രവേശിക്കി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിളിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. വനൂദിതു യാ ജീലാനി ഉദ്ഖുൽ വലാ തഖാഫ് ഉതീതുൽ ലിവാ മിൻ ഖബ്ലി അഹ്ലിൽ ഹഖീഖതി. എല്ലാ ഹഖീഖത്തിൻ്റെ അഹ്ലുകാരുടെ മുമ്പും എനിക്ക് എൻ്റെ കൊടി നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു വലിയ വിഷയം അവിടെ. വനൂദിതു യാ ജീലാനി ഉദ്ഖുൽ വലാ തഖാഫ്. അപ്പം എവിടേക്കാണ് ഈ പ്രവേശിക്കാൻ പറഞ്ഞത്? അതായത് അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ പരമോന്നതമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സത്ത എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് അങ്ങനെ പറയാം, അല്ലേ? അപ്പം
അതിപ്പോൾ ഒരു പ്രത്യേകമായൊരു സ്ഥലമല്ല, അല്ലെങ്കിൽ ഒരു അർശല്ല, ഒരു പ്രത്യേകമായൊരു ഇടല്ല, ആ അവസ്ഥക്കാണ്. ആ അവസ്ഥയിലേക്ക് ആരോട് പറയാണ്? ഔസുലാദം ഖദ്ദസുല്ലാഹു സിറോഉൽ അസീസിനോട് കയറാൻ, അവിടേക്ക് പ്രവേശിക്കാൻ പറയും. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അതിലേക്ക് ഇങ്ങോട്ട് കയറി എന്നുള്ളതാണ് വിളി. അതായത് നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു മീറാജിൻ്റെ പോലുള്ള ഒരു അനുഭവമാണ്. ആ അനുഭവത്തെ എന്ത് ചെയ്യണം? അനുഭവത്തെ ആവിഷ്കരിക്കാൻ ലേഖനം എഴുതിയാൽ കഴിയില്ലല്ലോ. അപ്പോൾ അതിനെ കവിതകളാക്കിയിട്ട് ഔസുലാദം ഖദ്ദസുല്ലാഹു സിറോഉൽ അസീസിന് ആ അനുഭവത്തെ കാരണം ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ കാര്യങ്ങളൊക്കെ ഖുർആൻ്റെതായ രൂപത്തിലും കാര്യങ്ങളിലും നമുക്ക് കിട്ടി. പക്ഷേ ഔസുലാദം ഖദ്ദസുല്ലാഹു സിറോഉൽ അസീസിൻ്റെ എങ്ങനെ കിട്ടണം? അത് അവിടുന്ന് തന്നെ ആ അനുഭവത്തിനെ ഇങ്ങനെ പറഞ്ഞു തന്നൊരു മാർഗം മാത്രമേ നമ്മളെ മുമ്പിൽ അത് അറിയാനുള്ളൂ. അപ്പം ഇനി പറയുന്നത് അതാ ذرائي من فوق السماوات كلها ومن تحت بطن الحوت أمددت راحتي وأعلم نبت الأرض كم هو نبتته وأعلم رمل الأرض عدا لرملتي. ഈ ഭൂമിയിൽ എന്തൊക്കെ തരം ചെടികൾ, ഏതൊക്കെ തരത്തിൽ ചെടികൾ എവിടെയൊക്കെ മുളച്ചിട്ടുണ്ടോ ആ മുളച്ച ചെടികളുടെ മുഴുവൻ എണ്ണം, അതായത് എണ്ണം എന്ന് മനസ്സിലാക്കണ്ട കേട്ടോ, ആ എണ്ണമായിട്ട് അത് എത്രത്തോളം എങ്ങനെ ഉണ്ട് അതൊക്കെ എനിക്കറിയാം. എത്ര എണ്ണം ചെടികൾ ഇവിടെ മുളച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മുളച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം. അതുപോലെ ഇവിടെ ഭൂമിയിലെ ഓരോ മൺതരികൾ ഇതെത്ര ഉണ്ട് എന്ന് എനിക്കറിയാം. അതാണ് വാലമുനബുത്തല്ലറുദി കംഹൂവൻ وعلم علم الله أحصي حروفه وعلم موج البحر أدا لموجته. അപ്പം അള്ളാഹുവിൻ്റെ ഇൽമിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മൊത്തത്തിലുള്ള അള്ളാഹുവിൻ്റെ ഇൽമു മൊത്തം എന്തൊക്കെ അക്ഷരങ്ങളാൽ ക്ലിപ്തപ്പെട്ടോ അത് ഒക്കെ ഒരുമിച്ച് കൂട്ടപ്പെടാവുന്നൊരു അക്ഷരങ്ങളുണ്ടോ ആ അക്ഷരങ്ങൾ മുഴുവൻ എൻ്റെ യാഥാർത്ഥ്യത്തിലുണ്ട്. അപ്പം ഒരു ആ കടൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കടലിന് മൊത്തം ഒരേ സമയങ്ങളിൽ എത്രത്തോളം തിരമാലകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്, അതിൻ്റെ അവസ്ഥകൾ പോലും അതിൻ്റെ എണ്ണം എങ്ങനെ അറിയുന്നു എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ ഇരിക്കണത്. കാരണം നമ്മൾ ആ ഇരിക്കുന്ന അവസ്ഥൻ്റെ ഒരിതാണല്ലോ. കാരണം അള്ളാഹുവിന് എല്ലാം അറിയാം. അള്ളാഹു ഭൂമി ഒരു കടലിൻ്റെ അടിത്തട്ടിലുള്ള ഒരു എറുമ്പുണ്ടെങ്കിൽ ആ എറുമ്പിന് ഭക്ഷണത്തിൻ്റെ അവസ്ഥനെ കുറിച്ച് അള്ളാഹുവിനെ അറിയാമെന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലൂടെയാണ് ആ ഔസുലാദം ഖദ്ദസുല്ലാഹു സിറോഉൽ അസീസ് ഈ യാഥാർത്ഥ്യത്തെ കാണുന്നത്. അപ്പം എന്നിട്ട് പറയാം, കാലത്ത് വലി ഫീ മഖാമി അനാകുൻ ഫഅൻത വലി ഫീ മഖാമിൽ വിലായത്തി. അപ്പം ഈ വിലായത്തിൽ എൻ്റെ ഈ മഖാമിലാണ് നിങ്ങളുള്ളത് എന്ന് പറഞ്ഞതിന് ശേഷം അനാകുൻ തുഞ്ഞി ഓരോ കാലഘട്ടങ്ങളിലൂടെ ഞാൻ എങ്ങനെ വന്നു എന്ന് പറയാം. നേരത്തെ പറഞ്ഞു എന്ത്, അർവാഹികളുടെ ലോകത്ത്, ആത്മാക്കൾ മാത്രം ഉണ്ടായിരുന്ന ലോകത്ത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാഥാർത്ഥ്യത്തിനോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. ഇനി കാലഘട്ടങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ ഓരോ സമയങ്ങളിലും എങ്ങനെ ഞാൻ വന്നു. അനാ കുന്തു മഅനൂഹിൻ ഉശാഹിദു ഫിൽ വറാ ബിഹാറം വതൂഫാനൻ അലാ കഫി ഖുദ്റതി. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ വലിയ സംഭവമാണെന്ത്, വെള്ളപ്പൊക്കം ഉണ്ടായത്. നൂഹ് നബി അലൈഹി സ്വലാം ദുആ ചെയ്ത് അങ്ങനെ പിന്നെ എല്ലാ ഭൂമി മൊത്തം വെള്ളപ്പൊക്കത്താൽ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു ഖുർആൻ നിരന്തരമായി പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. അപ്പം അവിടെ നൂഹ് നബിയോടൊപ്പം ഞാനുണ്ടായിരുന്നു. ഉഷാഹിദു ഫിൽ വറ, ഈ സംഗതി എന്താണ് ഈ സംഭവിക്കുന്നത് മൊത്തം ഞാൻ ഈ ദൃക്സാക്ഷിയായിരുന്നു ആ വിഷയത്തിൻ്റെ. ഉഷാഹിദു ഫിൽ വറ ബിഹാറം വ തൂഫാനൻ, ആ ബിഹാറും ആ കടലുകളൊക്കെ അവിടെ അടിച്ച് വരുന്നതും അതുപോലെ ആ തൂഫാനും അതൊക്കെ അലാ കഫി കുദ്റത്തി എന്താ പറഞ്ഞാൽ, അലാ കഫി കുദ്റത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കുദ്റത്തിൻ്റെ കരങ്ങളിലായിരുന്നു എന്ന് അവസ്ഥ ഔസുലാദം ഖദ്ദസുല്ലാഹു കാണുകയാണ്. അതായത് ഓരോ കാലഘട്ടങ്ങളിലൂടെ സ്വയം കഴിഞ്ഞു പോയ അവസ്ഥകൾ കണ്ടതിനെ അതിൻ്റെ അനുഭവത്തെ സാക്ഷ്യപ്പെട്ടതിനെ പറയണം. അപ്പോൾ അവിടുത്തെ കരങ്ങളിലായിരുന്നു ഈ സംഗതി നടക്കുന്നത്. മനസ്സിലായില്ലേ? അലാ കഫി കുദ്റത്തി, എൻ്റെ കുദ്റത്തിൻ്റെ കരത്തിലായിരുന്നു ആ സംഗതി നടന്നുകൊണ്ടിരുന്നത്. വകുന്തു ഇബ്രാഹിമു മുൽകം ബിനാരിഹി വമാ ബർറദൻ നീറാന ഇല്ലാ ബിദഅവതി. അപ്പം പിന്നെ നമ്രൂദ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അവിടുത്തെ തീയിലേക്ക് മറ്റേ ഇതായിട്ട് എറിഞ്ഞല്ലോ,
അവിടുത്തെ ശിക്ഷിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൊലപ്പെടുത്താൻ വേണ്ടി തീ കൊണ്ടാരുണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ടു. അപ്പം സലാമുൻ അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇബ്രാഹിമെ നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തേക്ക് സമാധാനവും ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, അത് ആ ചൂടിനെ തണുപ്പാക്കി മാറ്റി. അതെങ്ങനെ നടന്നതെന്ന് അവിടെ ആ എൻ്റെ ഒരു ഇടപെടൽ മൂലമാണ് എന്ത് ചെയ്തത്, അവിടെ ആ തണുപ്പ് അത് തണുപ്പാക്കി മാറ്റേണ്ട തീരുമാനം ഉണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ ഭാഗത്ത്. ആ തണുപ്പാക്കി മാറ്റിയിട്ട് ആ തീയിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിമറിച്ചത് അവിടുത്തെ ദാവത്തിലാണ്. അപ്പം ഇത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാമുണ്ടായ സന്ദർഭം. കാരണം നമ്മൾ എല്ലാവരും വലിയൊരുനാൾ ആകുമ്പോൾ നമുക്ക് പ്രത്യേകമായി ഓർമ്മയുള്ളൊരു സംഭവമാണ്. എല്ലാവരും വലിയൊരുനാൾ ആഘോഷിക്കണം എന്തിനാണ്, അന്ന് ഉലുഹിയ്യത്തൊക്കെ അറുക്കണത് പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്ത ഒരു ത്യാഗത്തിൻ്റെ ഓർമ്മയാണ്. ആ ത്യാഗം എന്താണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാഴ്ച, പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഒരു കാഴ്ച കൊടുത്തു അള്ളാഹു. അതായത് ഇപ്പം നമ്മൾ മുറാക്കബൊക്കെ ഇരുന്ന മുറാക്കബ ഇരുന്ന് കഴിഞ്ഞാൽ മുറാക്കബയിൽ ഇങ്ങനെ കാണുകയാണ്, അപ്പം നമ്മളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മളെന്ത് ചെയ്യും, അത് അതേപോലെ പ്രവർത്തിക്കേണ്ടി വരില്ലേ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ കാണുന്ന എന്താണ്, ആ കാഴ്ചയിൽ കാണുന്നത് മകൻ അറുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം മകൻ അറുക്കാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം വന്നതായിട്ടാണ് അദ്ദേഹം അത് മുറാക്കബയിൽ മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങനെ ഖദ് സദ്ദഖ്ത റുയ്യ, അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞു, അദ്ദേഹം ആ മകനെയായിട്ട് അറുക്കാൻ വേണ്ടി കത്തിയൊക്കെ നല്ല മൂർച്ച കൂട്ടി അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്ത് അവിടേക്ക് നീങ്ങുന്ന ആ രംഗത്തിലാണ് പിന്നെ കഥ ട്വിസ്റ്റ് സംഭവിക്കണമെന്ന് പറഞ്ഞില്ലേ. ആ ട്വിസ്റ്റ് വരുന്ന സംഗതി എന്താണ്, അത് ഔസുൽ ഖുദ്ദസുല്ലാഹു സിറഹുൽ അസീസാണ്. അങ്ങനത്തെ, അതായത് നമ്മളിപ്പോൾ ഒരു ആത്മീയമായൊരു കശ്ഫ്, ഒരു അറിയിപ്പ് നമുക്ക് വരുമ്പോൾ ഈ അറിയിപ്പിനെ നമുക്ക് മനസ്സിലാക്കണോടത്ത് എന്ത് ചെയ്യും, നമുക്കത് അതേപോലെ മനസ്സിലാക്കാം. ഒരു സ്വപ്നത്തിൽ ഇപ്പോൾ നമ്മളൊരു കാര്യം കാണാം, അപ്പോൾ നമ്മൾ സ്വപ്നം നമ്മളെന്താ കണക്കൂട്ടുക, അത് അതേപോലെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കൂട്ടുക. അപ്പം ഉസ്താദ് മുമ്പൊക്കെ പറയും, ഓരോ സ്വപ്ന വ്യാഖ്യാനങ്ങൾ പുസ്തകങ്ങൾ നോക്കണവർക്കറിയാം, ഈ സ്വപ്ന വ്യാഖ്യാനം നേരെ വിരുദ്ധമായ സാധനമായിരിക്കും, കാണുന്നതിന് നേരെ വിരുദ്ധമായിരിക്കും ചെയ്യേണ്ടി വരിക, അപ്പം അല്ലെങ്കിൽ ശരിക്കും നടക്കുക. അപ്പോൾ അധിക സ്വപ്നങ്ങളും അങ്ങനെയാണ്. സ്വപ്നത്തിൽ എന്ത് കാണുന്നു എന്നുള്ളതല്ല വിഷയം, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നമാണത്. ഇപ്പോൾ നമ്മൾ ഈ ഖുർആനിൽ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ ഒരു നക്ഷത്രവും ഒരു ചന്ദ്രനും പിന്നെന്താണ് 11. അപ്പം പിന്നെ അത് സംഭവിക്കണത് വേറൊരു കേസാണല്ലോ, അവിടെ ചന്ദ്രന് നക്ഷത്രമൊന്നും ഇല്ലല്ലോ. അതേമാതിരി ഉസ്താദ് പറയുന്നത് നമ്മൾ പിന്നെ ഒരാളിങ്ങനെ ഒരു ചളിക്കുണ്ടിൽ ഇങ്ങനെ അയാൾ ആയിട്ട് നിൽക്കുകയാണ് എന്ന് കണ്ടാൽ, ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ, അപ്പോൾ സാധാരണഗതിയിൽ നമ്മളെന്താണ്, ചളിക്കുണ്ടിൽ കണ്ടു, അല്ലോ ഞാനെന്തോ പഴച്ചു പോയി ആകെ ബുദ്ധിമുട്ടി എന്നാണ് കരുതുക. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ്, അയാളുടെ ഈമാൻ പരിപൂർണമായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം. ഞാനതിങ്ങനെ ആലോചിച്ചത്, എന്താ ഈ ചളിക്കുണ്ടിൽ ഒരാൾ വീണാൽ അത് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് പിന്നെ ഈമാൻ കാമിലാവുക എന്ന് വരുന്നത്, എനിക്ക് എത്ര ആലോചിച്ചിട്ട് പെടുത്തേണ്ടില്ല. പക്ഷെ അടുത്താണ് എനിക്ക് ആലോചിച്ചത്. ഇപ്പോൾ ഈ ചളി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ വെച്ചാൽ, ഇപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടാക്കിയത് ഈ ചളി എന്നാണല്ലോ. ഈ ചളി ഖുർആനിൻ്റെ ഭാഷയിൽ ആ ചളിയാണ് എന്നാണ്, വെള്ളവും മണ്ണും കൂടിക്കഴിഞ്ഞാൽ അതിന് ചളി എന്നല്ല പറയാം. ഈ ചളിയിൽ നിന്നാണ് എന്ത് ചെയ്യുക, ആദം നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടാക്കിയത്. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ആദം നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലല്ലോ, മനുഷ്യൻ ഏതോ കാലഘട്ടം. ആദം നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖലീഫയാണ്. അപ്പോൾ ആ ഖലീഫ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീഫ അപ്പോൾ ആ ഖലീഫയിൽ വിശ്വസിക്കുമ്പോഴാണ്, ഖലീഫനെ കിട്ടുമ്പോഴാണ് ആർക്ക് എന്ത് ചെയ്യണം, ഈമാൻ പരിപൂർണ്ണമാണ്. അപ്പം പറഞ്ഞത് അപ്പോൾ സ്വപ്നം വ്യാഖ്യാനിക്കണോടത്ത് എങ്ങനെയാണ് സ്വപ്നം ഇങ്ങനെ വരുന്നതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ, അപ്പം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നേരെ ചെയ്തെന്താണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സ്വപ്ന ദർശനത്തിൽ മകൻ അറുക്കണായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വേഗം മകനെയായിട്ട് കത്തിയായിട്ടാണ്ട് ഇറങ്ങി. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ പൂർണ്ണമായ അതിൻ്റെ ഏറ്റവും പരിപൂർണമായ ആ കശ്ഫിൻ്റെ അവസ്ഥകൾ, അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പുകൾ എങ്ങനെ വരുന്നു അതിൻ്റെ അവസ്ഥ വരണം. അപ്പോൾ അത് ഔസുൽ ഖുദ്ദസുല്ലാഹു സിറഹുൽ അസീസാണ്. അവിടെ ആ ഔസുൽ ഖുദ്ദസുല്ലാഹു സിറഹുൽ അസീസിൽ എങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നു എന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഔസുൽ ഖുദ്ദസുല്ലാഹു സിറഹുൽ അസീസിനെ അവിടെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വേറൊരു വിഷയമാണ്.
അത് നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഒന്നുകൊണ്ട് മനസ്സിലാക്കണം. അത് വലിയൊരു വിഷയമായതുകൊണ്ടും അത് നമ്മൾ പുറത്ത് പറയാൻ പാടില്ലാത്ത വിഷയം എന്ന് പറയപ്പെടുന്ന ഇൽമുകളുടെ വിഷയമായതുകൊണ്ട് നമുക്ക് അതിലേക്ക് കയറേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് നമുക്ക് പറയാം, ഇത് റസൂലുള്ളാഹി ലാഹിറായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പം അത് ഭൗതികമായി തന്നെ സംഭവിക്കുന്ന രൂപത്തിൽ സംഭവിക്കും. ഇത് ഇപ്പോൾ ഒരാളുകളോട് തോന്നുന്നു പറഞ്ഞു, പക്ഷേ അയാൾ റസൂലുള്ളാഹി ഖദ്ദസല്ലാഹു അലൈഹി വസല്ലമിന്റെ രഹസ്യമാണെങ്കിൽ അവിടെ അയാൾ വന്നിട്ട് അയാൾ ലാഹിറായിട്ട് തന്നെ ഇടപെട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ ഒരു ആംഗിൾ മനസ്സിലായില്ലേ? പക്ഷേ ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ എന്താണെന്ന് സംഭവിച്ചതെന്നുള്ള യാഥാർത്ഥ്യത്തെ കാണുന്ന ഒരു സമയത്ത് മാത്രമേ നമുക്കത് കണ്ടെത്താൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഇസ്മായിൽ അലി ഇസ്ലാമിനെ അറുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അവിടെ സാക്ഷിയായിരുന്നു, അവിടെ ഞാൻ ഷാഹിദായിരുന്നു. എൻ്റെ ഫത്വ പ്രകാരമാണ് അവിടെ ആടിനെ മാറ്റി മകനറുക്കണം എന്നുള്ള തീരുമാനം മാറ്റി മകന് പകരം അവിടെ ആടിനെ കൊണ്ടുവരിക എന്നുള്ള സംഗതി ചെയ്തത് എൻ്റെ ഫത്വ പ്രകാരമാണ്. അപ്പോൾ ശരിക്കും നമ്മൾ വലിയൊരുനാൾ ആഘോഷിക്കുന്നത് റസൂലുള്ളാഹിന്റെ പേരിലാണ്. അല്ലേ? ശരിയായ വലിയൊരുനാൾ എന്താണ്? റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ നമ്മൾ നടത്തുന്നത്, റസൂലുള്ളാഹിന്റെ കാര്യത്തിലാണ് ശരിക്കും നമ്മൾ വലിയൊരുനാൾ നടത്തുന്നത്. അതിപ്പോൾ ആർക്കും മനസ്സിലാകാതെ പോകുന്നൊരു വിഷയമാണ്. വലിയൊരുനാളിൻ്റെ രഹസ്യം ശരിക്കും, കാരണം അവിടെ ആടിനറുത്തോണ്ടാണ് നമ്മളിവിടെ ഉലൂഹിയ്യത്ത് അറുത്തുകൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ മക്കളെ പിടിച്ചറക്കണ്ടേ. അപ്പം ഞാൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾക്ക് പിന്നെ യൂസുഫ് സൂറത്തിൽ ഇത് വായിക്കാം. അപ്പം ആ യൂസുഫ് സൂറത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുർആനിൽ ഏറ്റവും മനോഹരമായ കഥ അധ്യായം എന്നൊക്കെ പറയുന്ന ഒരു വിഷയമാണ്. അപ്പം നമുക്ക് അതിൻ്റെ കഥയൊക്കെ ഒന്നും നമ്മൾ കയറേണ്ട ആവശ്യമില്ല, കഥയൊക്കെ എല്ലാവർക്കും അറിയണം. അപ്പം അവിടെ പിന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കാണാതായത് കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടല്ലോ. കാഴ്ച നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് ഇത് പിന്നീട് ഈ കാഴ്ച തിരിച്ചു കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പം ആ കാഴ്ച ഒമാബാരിയത്ത് ഐനാഹു, അവിടുത്തെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയില്ല, അത് സുഖപ്പെട്ടിട്ടില്ല. ഇല്ലാബി തുഫ്ലത്തി, എൻ്റെ ഒരു ക്രിയ മൂലമാണ് അവിടെ, അതായത് ഉപ്പാപ്പൻ്റെ ഉമിനീര് എന്നാണ് അവിടെ പറയുന്നത്, അതിൻ്റെ ഒരു ഇത് മൂലമാണ് അന്ന് ആ കാഴ്ച തിരിച്ചു കിട്ടിയത്. وكنت مع إدريس لما ارتقللا وأسكن في الفردوس أحسن جنتي. ഇദ്രീസ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, റഫാഹു മക്കാനൻ അലിയ, അലിയായ മക്കാമിൽ, അലിയായ ആ സ്ഥാനത്തേക്ക് അള്ളാഹു എന്ത് ചെയ്ത് ഉയർത്തി. ആരെ? ഇദ്രീസ് നബി അലൈഹി സ്വലാം. അപ്പം അവിടെ ആ സന്ദർഭത്തിൽ ആ ഇദ്രീസ് നബി അലൈഹി സ്വലാമിനോടൊപ്പം ഞാനുണ്ടായിരുന്നു. ഈ ഇദ്രീസ് നബി അലൈഹി സ്വലാമിനോടൊപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അതൊക്കെ നിങ്ങളെ ബുദ്ധിക്കും നിങ്ങളെ ചിന്തക്കും വിട്ടുതരികയാണ്. എങ്ങനെയാണ് ഓലൊപ്പം ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഒരാളൊപ്പം ഉണ്ടാകുക പറഞ്ഞാൽ, റബി ഡോക്ടർക്ക് ഇന്നലെ ഉസ്താദ് പറഞ്ഞ കേട്ടിട്ട് കുറേ ഒരു ഓർമ്മ ഉണ്ടാവും അല്ലേ, എങ്ങനെയാണ് ഒരാളൊപ്പം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ. ഈ അലി എന്നുള്ള മക്കാമിലേക്ക് അദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ സ്വർഗങ്ങൾ പല തട്ടുകളാണ്, പല തട്ടിലുള്ള സ്വർഗങ്ങളാണ്. ഇപ്പം ജന്നത്തുൽ മഅവ, ജന്നത്തുൽ നഈം, ജന്നത്തുൽ ഫിർദൗസ്, ഏറ്റവും ഉന്നതിയിലുള്ളത് തൗഹീദ് ദാത്തിൻ്റെ തൗഹീദ് കിട്ടിയ ആളുകൾക്കുള്ള സ്വർഗ്ഗമാണ് ഫിർദൗസ് സ്വർഗം. അപ്പോൾ ആ ഫിർദൗസ് എന്നുള്ള സ്വർഗത്തിൽ അദ്ദേഹത്തെ കൊണ്ടേ ഇരുത്തി, അദ്ദേഹം ഇവിടുന്ന് വേർപെട്ട് പോവാണ്. അപ്പോൾ അത് എന്താണ്? അപ്പം മൂപ്പരൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. വകുന്തു മൂസ ഫീ മുനാജാതി റബ്ബിഹി വമൂസ സാഹു മിൻ നസായസ്തമദ്ദതി. കുന്തു വ മൂസ, ഞാൻ മൂസ നബി അലൈഹി സ്വലാം ഫീ മുനാജാതി റബ്ബി, മൂസ നബി അലൈഹി സ്വലാം. അതും നിങ്ങൾ ചിന്തിച്ചോളി, അതിപ്പോൾ എങ്ങനെ ആയിരിക്കും ആ സംഭവം, ആ രംഗം എങ്ങനെ ആയിരിക്കും. കുന്തു മൂസ ഫീ മുനാജാതി റബ്ബിഹി. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പിന്നെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട്, 2 ചെരുപ്പൊക്കെ ഊരിയിട്ട്
പിന്നെ ഫഖ്ലന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ ഇത് ഹബ് എന്നിട്ട് പിന്നെ തൂരിസിന മലൻ്റെ മേലേക്ക് വരാൻ പറഞ്ഞു. എന്ത് ചെയ്യുക, എന്നെ കാണാൻ വേണ്ടി. അത് 30 ദിവസത്തെ ഇരുത്തം 40 ദിവസത്തെ ഇരുത്തമൊക്കെ ഇരുത്തിയിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു ആ ഇതിന് കൊണ്ടുപോകണം. അപ്പം അവിടെ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് സംഭാഷണം നടത്തുന്ന ആ രംഗം. അപ്പോൾ അവിടെ റസൂലുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഉണ്ടായി, ഞാനായിരുന്നു അവിടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയെന്ന് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ കുന്തു മഅ മൂസ ഫീ മുനാജാതി റബ്ബിഹി. അപ്പം മൂസ അസാഹു, മൂസാ നബി അലൈഹി സ്വലാം വടി കൊണ്ട് ഇങ്ങനെ അടിച്ചപ്പം 12 പിളർന്നില്ലേ, ഒരു ഇത് പിളർന്നു പോയല്ലോ. അപ്പോൾ അവിടെ ആ വടിയായി നിന്നത് എന്തായിരുന്നു? ആ വടി എന്താണ്? ആ വടിൻ്റെ പിന്നിലെ രഹസ്യം, ആ രഹസ്യം ഞാനായിരുന്നു. മൂസ അസാഹു മിൻ അസായസ്തമദ്ദതി വകുന്തു മഅയ്യൂബ ഫീ സമനിൽ ബലാ വമാ ബാരിയത് ബൽവാഹു ഇല്ലാ ബിദഅവതി. അയ്യൂബ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു വലിയൊരു പരീക്ഷണം കൊടുത്തു. അപ്പോൾ ആ പരീക്ഷണത്തിൽ ഒരുപാട് തരത്തിലുള്ള ആ രോഗങ്ങൾ പിടികൂടിയിട്ട് പിന്നെ ആർക്കും അടുത്തേക്ക് പോലും വരാൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹം മഹാനവറുകൾ എല്ലാറ്റിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ അവിടുത്തെ ആ ദാവത്ത്, അതായത് അവിടുന്ന് ഒരു ദുആ ഉണ്ടാവുമല്ലോ, ആ ദുആൻ്റെ ആ ദുആ ഞാൻ എന്നിലൂടെയാണ് നടന്നത്, ഞാനായിരുന്ന ആ ദുആയിലൂടെയാണ് ഇത് മാറ്റിക്കൊടുക്കുക എന്നുള്ള തീരുമാനം ലാസ്റ്റ് നടപ്പിലാക്കപ്പെട്ടത്. മഹാഭാരിയത്ത് ആ ബൽവാഹു, അദ്ദേഹത്തിന് വന്ന പരീക്ഷണം, ആ പരീക്ഷണം മാറ്റപ്പെട്ടത് എന്നിലൂടെയായിരുന്നു. വകുന്തു മഈസ ഫിൽ മഹ്ദി നാതിഖാ വഅതൈതു ദാവൂദൻ ഹലാവത നിഅമതി. വകുന്തു മഈസ, ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിൽ നിന്ന് സംസാരിച്ചു പറഞ്ഞില്ലേ, ഈസാ നബി അലൈഹി സ്വലാം എന്ന് പറയുന്ന വ്യക്തിനെ നിങ്ങൾ ആ വ്യക്തിയാണ് എന്ന് കണക്കൂട്ടിയാൽ എങ്ങനെ സംസാരിക്കും? കുട്ടി അത് ആ കുട്ടിയാണ് എന്നുള്ള അവസ്ഥയിലാണ് മനസ്സിലാക്കുന്നത്. കുട്ടി സംസാരിക്കും. അപ്പം ആ കുട്ടി സംസാരിക്കണമെങ്കിൽ പിന്നെന്ത് ചെയ്യണം? അതിൽ വേറൊരാൾ സംസാരിക്കണം. നമ്മൾ ഈ റൂഹാനികൾ കയറുന്നതും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സംഗതികൾ അറിയാലോ. അതല്ല, അത് നമുക്ക് ആ വിഷയം മനസ്സിലാക്കലിലേക്ക് പോകാനുള്ള ഒരു ചവിട്ടുപടിയാണ്. കാരണം ആളുകളിൽ എന്ത് ചെയ്യും, അവരല്ലാത്ത ആളുകൾ വന്ന് സംസാരിക്കണമൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കാണണമാണല്ലോ. അത് മുൻകാലഘട്ടങ്ങളിലുള്ള ആൾക്കാർ, മഹാന്മാർ ഒക്കെ അതെല്ലാം. ഇനിയിപ്പോൾ അത് കുറേ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ പിന്നെ അലക്സാണ്ടർ ജേക്കബ് DGP മൂപ്പര് വരെ ടെസ്റ്റ് ചെയ്തു നോക്കി ഇത് യൂട്യൂബ് കാണാം. അപ്പം എന്താണ് അത്, അതിൻ്റെ ഒരു സാദൃശ്യമുള്ളൊരു വിഷയം. പിന്നെ എങ്ങനെയാണ് അത് സംഭവിക്കുക എന്നുള്ളതിന് സാദൃശ്യത്തിന് വേണ്ടി മറ്റ് വിഷയങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ അങ്ങനെയല്ല നടന്നിട്ടുള്ളത്. എന്നാലും അതിൽ നമുക്ക് അതിൻ്റെ ഉദാഹരണമാണ് കുന്തു മഈസ. അദ്ദേഹം തൊട്ടിൽ നിന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാം സംസാരിച്ചു. അപ്പം ആരാണ് സംസാരിച്ചത്? വഅതൈതു ദാവൂദൻ ഹലാവത നിഅമതി. ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായ ശബ്ദമായിരുന്നു. അപ്പം എന്താണ് അദ്ദേഹം സബൂർ വായിക്കുമ്പോൾ പക്ഷികളും കിളികളൊക്കെ വാടെ വന്നിട്ട് വലിയ അദ്ദേഹത്തിൻ്റെ ഒരു സംഗീതത്തിൻ്റെ ഒരു രഹസ്യം ദാവൂദ് നബി അലൈഹി സ്വലാമിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തിൽ നിന്ന് ഈ രാഗമായിട്ട് പോകുന്ന സബൂറിൻ്റെ സങ്കീർത്തനത്തിൻ്റെ രാഗമായി പോകുന്ന കാര്യങ്ങളുടെ ഒക്കെ അവസ്ഥകളിൽ ഞാനായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. വലി നശ്അതും ഫിൽ ഖുബ്ബി മിൻ ഖബ്ലി ആദമി വസിരി സറാഫിൽ കൗനി മിൻ ഖബ്ലി നശ്അതി. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക പാപ്പ വിശദീകരിക്കണം. അതായത് ഞാൻ നേരത്തെ ഞാൻ ഈ പ്രസംഗം തുടങ്ങിയപ്പം സ്റ്റാർട്ട് ചെയ്തു റസൂലുള്ളാഹി പാപ്പ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിൻ്റെയും കാലഘട്ടങ്ങൾക്ക് അപ്പുറം നിന്നിട്ട് മനസ്സിലാക്കണം. അതിനെ ഒരു പദവിയായിട്ടും അതൊരു സ്ഥാനമായിട്ടും ആ സ്ഥാനം ഒരു കാലഘട്ടത്തിൽ ഒന്ന് ഇറങ്ങി വന്നു എന്നുള്ള അവസ്ഥയിൽ മാത്രം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഈ കാലം ദേശം എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലായി ആ കാര്യത്തെ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത്, അങ്ങനെയാണ് ഇത് മനസ്സിലാക്കണം എന്നുള്ളതിന് തെളിവാണ് ഈ വരി. അതാണ് ഈ പറഞ്ഞത്. ഇത്രയും പറഞ്ഞു വന്നിട്ട് പറയാം വസിരി സറാഫി വലി നശ്അതും ഫിൽ ഹുബ്ബി
മിൻ ഖബ്ലി ആദമി, ആദം അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പേ എൻ്റെ ഈ ഉണ്മ, എൻ്റേതായൊരു ഉണ്മ എന്ന് പറയുന്ന സംഗതി എന്തുണ്ട്? ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിക്കും ആദം നബി അലൈഹി ഇസ്ലാമിനെ രൂപപ്പെടുത്തുന്നതിന് മുമ്പേ ഉണ്ട്. വസില്ലി സറാഫിൽ കൗനി മിൻ ഖബ്ലി നശ്അതി, എൻ്റെ ഈ വരവിൻ്റെ മുമ്പ് തന്നെ, എൻ്റെ വരവിൻ്റെ കാലങ്ങൾക്ക് അപ്പുറമുള്ള കാലങ്ങൾക്ക് മുമ്പേ എൻ്റെ രഹസ്യം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും, അതിൻ്റെ ഒളിവ് ആ പ്രപഞ്ചത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ അവസ്ഥകളും ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ നമ്മൾ ആകെ കൂടി പറഞ്ഞു വന്ന വിഷയം ഇതാണെന്ന് പറയാം. അന്നദ്ദാക്കിറുൽ മദ്കൂറു ദിക്റൻ ലിദാക്കിരി അനശാക്കിറുൽ മശ്കൂറു ശുക്റൻ ബിനിഅമതി. അപ്പോൾ നമ്മളെല്ലാവരും ദാക്കിറുകളാണ് അല്ലേ? നമ്മളെല്ലാവരും ദിക്റ് ചൊല്ലുന്നുണ്ട്. ഈ ദിക്റ് ചൊല്ലുന്നതാരാ? ഈ ദിക്റ് എന്താ? ഇനി നമ്മൾ ദിക്റ് ചെയ്യപ്പെടുന്നൊരു സാധനം ഉണ്ടാവും. നമ്മളൊരു സംഗതിനെ ദിക്റ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? അപ്പോൾ അവിടെ 3 കാര്യമുണ്ട്. എന്ത്? ദിക്റുണ്ട്, ഒരു ദിക്റുണ്ട്, പിന്നെന്തുണ്ട്? അത് ഉപയോഗിക്കുന്ന ഒരാളുണ്ട് ദാക്കിർ, പിന്നെ അത് എന്തിനെ ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വിഷയമുണ്ട് മദ്കൂർ അല്ലേ? ഈ 3 കാര്യങ്ങളും ഞാനാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എന്താണ് ഇപ്പോൾ എന്താ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു വിഷയങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് വളരെ സിമ്പിളാണ് വിഷയം വളരെ സിമ്പിൾ. പക്ഷെ അത് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കിതൊരു പ്രശ്നമല്ല. ഇതിപ്പോൾ ഒരാൾ വെറുതെ പൊക്കി പിടിച്ച് പറയുന്നതല്ല. കാരണം ഹൗസുള്ള പാപ്പന്നെ ഈ ബൈത്തിൻ്റെ ഇടയിലൊക്കെ പറയും ഫഹ്റം വൈന്നമാ ആ തല്ലിദിനഹത്താരിഫൂന ഹക്കീക്കത്തി എന്ന് ഇതിൻ്റെ ലാസ്റ്റ് പറയും. എന്ത്? നിങ്ങൾ ഇത് എന്നോട് പറയാൻ എനിക്ക് ഓർഡർ വന്നുകൊണ്ട് ഞാൻ നിർബന്ധിതനായിട്ട് പറയാണ്. അല്ലാതെ എന്തല്ല അത്താ താരിഫൂൻ ഹക്കീക്കത്ത്, എൻ്റെ യാഥാർത്ഥ്യം എന്താ നിങ്ങൾ അറിയണ്ടേ? ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ കൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കിയേ. ഖുർആൻ വേറെ ആരും കൊണ്ടുവന്നതല്ലല്ലോ. ഖുർആൻ ആരെ കൊണ്ടുവന്നേ? ജിബ്രീൽ അലൈഹി സ്വലാം എവിടെ നടന്നു വന്നിട്ടൊന്നുമില്ല. ജിബ്രീൽ അലൈഹി സ്വലാം ഒരു ഗ്രന്ഥമായിട്ട് നടന്നു വന്നിട്ടൊന്നുമില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് നുമ്പത്തൂടെ തന്നെയാണ് വന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വഹിയായിട്ട് ഇറങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ തന്നെ വരണം. അപ്പം ഞാനിവിടെ റസൂലാണെന്ന് പ്രഖ്യാപിച്ചതാരാ? നബി റസൂലാണെന്ന് പ്രഖ്യാപിച്ച് വേറെ ആരെങ്കിലും ഒന്ന് പ്രഖ്യാപിച്ചതാണോ? സ്വയം പ്രഖ്യാപിക്കലേ നടക്കുള്ളൂ. വേറൊരാൾ വന്നിട്ട് ഇത് ഏറ്റെടുക്കാൻ, ഇത് പറഞ്ഞിട്ട് ഏൽപ്പിക്കാനൊന്നുള്ള കേസല്ല അത്. അപ്പം അത് മനസ്സിലാക്കേണ്ടത് അവരുടെ നാവിലൂടെ തന്നെ വരണമെങ്കിൽ, അത് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അവരിലൂടെ തന്നെ അത് പുറത്ത് വരുള്ളൂ. അതല്ലാതെ വേറൊരാൾ ചെയ്തിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഇതിൽ പെട്ടൊരു സംഗതിയല്ല. അതുകൊണ്ടാണ് ആ വിഷയം പറയുന്നത്. അനശാകിറുൽ മശ്കൂറു ശുക്റൻ ബിനിഅമതി, എല്ലാ ശുക്രും, ആ ശുക്ർ ചെയ്യപ്പെടുന്നതും ശുക്ർ ചെയ്യുന്നതും എൻ്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹു ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നാമാണ് ഈ ദിക്റിനെ ഇറക്കിയത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നാമാണ് ഈ ദിക്റിനെ ഇറക്കിയത്, നാമാണ് ഇതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഈ ദിക്റിനെ ഇറക്കിയത് ആരാണ്? നാമാണ്. നാം തന്നെ അതിനെ സംരക്ഷിക്കും. ഇന്നാ ലഹു ലഹാഫിളൂൻ. അപ്പോൾ ആ ദിക്ർ എന്താണ്? ആ ദിക്ർ എന്താണ്? ഖുർആൻ പറഞ്ഞ ദിക്ർ ആരാണെന്ന് ചോദിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതാ നല്ലത്. ആരാണെന്നാണ് ചോദിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ ദിക്ർ ഏതാ ദിക്ർ? അള്ളാഹു എന്നുള്ള ദിക്റാണോ, ഇല്ലല്ലാ എന്നുള്ള ദിക്റാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ദിക്റാണോ? ഇതൊന്നും ദിക്റല്ല. കാരണം ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു സംഭവം, ഒരു വിഷയത്തെ ഓർക്കുക എന്നുള്ളതാണ്. ഓർക്കുക എന്നാണ് ദിക്ർ എന്ന് പറഞ്ഞ അർത്ഥം. ദിക്ർ എന്ന് പറഞ്ഞാൽ അപ്പം ആ സംഭവത്തെ ഓർക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന് അസ്തിത്വം വേണ്ടേ? സംഭവിച്ചൊരു സംഭവത്തല്ല നമ്മൾ ഓർക്കുക. ഒരു അസ്തിത്വത്തിൽ ഒരു ഉണ്ടായൊരു സംഗതിനെ കുറിച്ചാണല്ലോ ഓർക്കുക. അല്ലാതെ ഇങ്ങനെ ഓർക്കുക. അപ്പം ഈ ഓർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഓർക്കുന്ന സംഭവം, ഓർക്കപ്പെടുന്ന സാധനം വുജൂദിൽ ഉണ്ടാവണം. അതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്നല്ല എങ്ങനെ ദിക്റാവുക? അതുകൊണ്ട് ദിക്റാവില്ല. ആ ദിക്റിന് എന്ത് വേണം? അത് ദിക്റാവണമെങ്കിൽ അതാവുന്ന ഒരാൾ വേണം. അത് മുന്നിൽ ഈ സാധനത്തെക്കുറിച്ച്, ഇതിപ്പോൾ മൊബൈലാണെന്ന് ഇപ്പോൾ നിങ്ങൾ ദിക്ർ ചെയ്യാന്നാണ്. ഈ സാധനം ഇല്ലാതെ ഇങ്ങനെ ഇതിനൊരു അസ്തിത്വം അല്ലാതെ, ഇങ്ങനെ ഒരു മൊബൈൽ എന്നുള്ളൊരു അസ്തിത്വം ഇവിടെ അല്ലാതെ അതിനെങ്ങനെ ദിക്ർ ചെയ്യുക?
ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അതാ കാരണം ഇല്ലാത്തൊരു സാധനത്തെ ഇങ്ങനെ ദിക്ർ ചെയ്യാം. അപ്പോൾ ആ സാധനം ഉണ്ടായിരിക്കണം. ഉണ്ടായ സാധനം അത് ഏതാന്ന് പറയണം. നിങ്ങൾ ഏതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചോദിച്ചാൽ ഏതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കാണിച്ചു തരണം. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് കാണിച്ചു തരണം. അതല്ലാതെ അതിൻ്റെ അർത്ഥം വെക്കലല്ല. അർത്ഥം വെക്കൽ വേറെ. അത് ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, ഇലാഹ് എന്ന് പറഞ്ഞാൽ അത് അർത്ഥം വെക്കലാണ്. അത് സാധനമല്ല. മൊബൈൽ എന്താന്ന് ചോദിച്ചാൽ ഡിക്ഷണറി എടുത്ത് നോക്കിയിട്ട് മൊബിലിറ്റി മറ്റേന്നൊക്കെ പറഞ്ഞ ആ വാക്കിൻ്റെ പദവും നിഷ്പത്തിയൊക്കെ പറഞ്ഞിട്ട് വിശദീകരിക്കലല്ല വേണ്ടേ. മൊബൈൽ എന്ന് ചോദിച്ചാൽ ഇതാ സാധനം. ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അത് കാണിച്ചു കൊടുക്കാൻ പറ്റും. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്താ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. ആ ദിക്ർ ആരാണ്? അതാണ് ആ ദിക്റിനെ ഇറക്കി എന്ന് പറയുമ്പോൾ എന്താണ്? അതാണ് ദിക്റിനെ ഇറക്കി എന്ന് പറഞ്ഞത്. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു ഖാലു യാ അയ്യുഹല്ലദീ നസ്സല അലൈഹി ദിക്റ ഇന്നക ലമജ്നൂൻ. ഈ ദിക്ർ ഇറക്കിയപ്പെട്ട ആൾക്കാരെ കുറിച്ചൊക്കെ ആൾക്കാർ പറഞ്ഞ എന്താണ്? ഈ ദിക്ർ ഇറക്കി ഇന്നലെ ദിക്ർ ഇറങ്ങിയിട്ട് ആരെങ്കിലും അവകാശപ്പെട്ടു വന്ന് ഓരെ കുറിച്ചൊക്കെ ആൾക്കാർ നാട്ടുകാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന പോലെ മജ്നൂൻ, മൂപ്പര് പിരാന്തനാണ്, മജ്നൂനാണെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുള്ളൂ. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഖുർആൻ തന്നെ പറഞ്ഞു വമാ അർസൽനാ മിൻ നിങ്ങളെ മുമ്പ് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ നിങ്ങളാണ് ദൂതൻ, നിങ്ങളാണ് പിന്നെ ഈ ഉത്തരവാദിത്തം എന്നുള്ള വിഷയങ്ങൾ നമ്മൾ മുൻകാലഘട്ടങ്ങളിൽ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊക്കെ എന്താ ഉണ്ടായേ? അപ്പൊക്കെ അവർ അൻസൽന ദിക്ര അപ്പം അവരൊക്കെ എന്ത് ചെയ്തു? അവരൊക്കെ നിഷേധിക്കുകയാണ് ആൾക്കാർ ചെയ്ത്. അതുകൊണ്ട് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ഈ ദിക്റിൻ്റെ അഹില് ആരാണോ ആണ് ഞാൻ പറഞ്ഞത്. ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്റിൻ്റെ എന്ത് വേണം? അതിൻ്റെ അഹില് വേണം. വീട് ഉണ്ടായിട്ട് ആ വീടിൻ്റെ അഹില് ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ ആരാന്നുള്ള ആവശ്യം, വീട് എന്നുള്ളതല്ല. അപ്പം ദിക്ർ ഉണ്ടെങ്കിൽ ആ ദിക്റിൻ്റെ ഒരാളുണ്ടാവും. ഞാൻ പറയുന്നത് ഖുർആനിലെ ഏതാണ്? സൂറത്തുൻ നഹ്ല് അല്ല, സൂറത്തു അംബിയാൻ്റെ 7-ാമത്തെ ആയത്താണ് പറഞ്ഞത്. വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ആരോടാ ചോദിക്കേണ്ടേ? നിങ്ങൾ കിതാബ് നോക്കണം, അല്ലെങ്കിൽ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യണം, പിന്നെ ചാറ്റ് ജിപിടിനോട് ചോദിക്കണം, എഐനോട് ചോദിക്കണം എന്നല്ല പറഞ്ഞേ. ഫസ്അലു അഹ്ല ദിക്രി. ആ ദിക്റിൻ്റെ ആളാരാണോ, ആ ദിക്റിന്ന് ഏതാളിലാണോ ആ ദിക്റിന്ന് ആരാണോ അയാളോട് ചോദിക്കണം. അല്ലാതെ അയാൾ ദിക്റില്ലുണ്ടോ ആൾക്കാരോട് ചോദിക്കാന്നല്ല. ദിക്റില്ലുമ്പോൾ ആരെ ദിക്റില്ലാത്ത? എല്ലാവരും ദിക്റില്ലിട്ട് തന്നെ നടക്കണേ. എന്തെങ്കിലും